ഞങ്ങൾക്ക് വേണ്ടി ഈ നല്ല ദിവസം അങ്ങ് കരുതുന്നതിനായി സ്തോത്രം. വിശ്വസിക്കുന്ന എല്ലാവരും ചില മിനിറ്റുകൾ ആത്മനിറവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ മുഴുവൻ ആത്മനിറവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഒരു ദൈവപ്രവർത്തിക്കായിട്ട് ലൈവിൽ ശ്രദ്ധിക്കുന്നവർ, വീഡിയോ ഓണാക്കാൻ പറ്റുന്ന സൂമിൽ ശ്രദ്ധിക്കുന്നവർ മുഴുവൻ അല്ലെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അപ്പാ ഞങ്ങളങ്ങളുടെ പാദപീഠത്തോട് അടുക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ കൂട്ടി വരുത്തിയ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലുത് ചെയ്യുമെന്നുള്ള വലിയ വിശ്വാസം ഞങ്ങളിൽ നടക്കുന്നല്ലോ. ഇപ്പോൾ 10ാമത്തെ മാസം, ഇത് 20ാം തീയതിയാണ്. അപ്പാ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു ഈ 10ാമത്തെ മാസം ദൈവത്തിൻ്റെ ഭയങ്കര വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്ന മാസമാണ്. ഹല്ലേലൂയ. ശത്രു എന്നേക്കുമായി മാറിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന മാസമാണിത്. ഒരുമിച്ച് ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും 1-2 മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാവരും ഹല്ലേലൂയ അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആത്മനിറവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ച് ശബ്ദം ഉയർത്താൻ പറ്റുന്നവർ ശബ്ദം ഉയർത്താൻ. കൊല്ലം ചർച്ചിൽ നിൽക്കുന്നവർ നിങ്ങൾ വീഡിയോ ഓണാക്കി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് ദൈവശബ്ദത്തിനായിട്ട് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉടപന മനമന ഘടക ശതര ഗതല ഗതല ഘടക സന്ധര ഗതല ഘടക ഉടപന മനമന ഘടക ശതര ഗതല 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 ഘടക സന്ധര ഗതല ഘടക ഉടപന മനമന ഘടക ശതര ഗതല ഘടക സന്ധര ഗതല ഘടക ഉടബാല സധാലബാല സധാലബാല ധാലബാല ബാബ ബാബ. എല്ലാ കരകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മനിറവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ച് ആത്മനിറവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ച് ഉലാധര ഗതല 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 ഘടക സന്ധര മനമന ഘടക ഉടപന മനമന ഘടക ശതര ഗതല ഗതല ഘടക സന്ധര മനമന ഘടക ഉടപന മനമന ഘടക ശതര ഗതല 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 ഘടക. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരോ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുകയാണ്. ദൈവത്തോട് സംസാരിക്കാൻ ഈ സഭാരാധനയിൽ നിൽക്കുന്നവർ മുഴുവൻ ദൈവത്തോട് സംസാരിക്കാനായിട്ട് സഭാരാധനയിൽ നിൽക്കുന്നവർ മുഴുവൻ ഈ ആരാധനയുടെ ദിവസം ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു. മറ്റാരോടും ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ചില മിനിറ്റുകൾ ദൈവത്തോട് സംസാരിച്ചു എന്ന് ഉറപ്പുള്ളവർ, ചില മിനിറ്റുകൾ ദൈവത്തോട് സംസാരിച്ചു എന്ന് ഉറപ്പുള്ളവർ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിപ്പം. അവർ ആ കരം അടിച്ചുകൊണ്ടൊന്ന് 2 മിനിറ്റുകൾ ശക്തിയോടെ ആത്മനിറവിൽ 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 ഉടപന മനമന ഘടക ശതര മനമന ഘടക ശബദന മനമന ഘടക സന്ധര മനമന ഘടക ദീപന മനമന ഘടക ശതര മനമന ഘടക. ദൈവത്തോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഭയങ്കര ബോധ്യമുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ നിന്നോട് ദൂത് കൈമാറുകയാണ്. അടുത്തേതോ മിനിറ്റുകളിൽ ദൈവം പ്രതികരിക്കും. എന്റെ ദൈവം ഇടപെടും. എന്റെ ദൈവം ചലിക്കും. എന്റെ ദൈവത്തിന്റെ ചലനം നീ കാണുകയാണ്. ആ കരം അടിച്ചോണ്ട് ആത്മാവിൽ ശാലധാലബാല ഭാലബാല 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 ശാലബാല ഭാലബാല 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 ഭാലബാബ. ഈ 1 മണിക്കൂർ ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവർ, ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവർ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുകയും അതേപോലൊരു ഭയങ്കര വാഞ്ചയാണെങ്കിൽ യാക്കോബ് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ, നിങ്ങൾ അവനോട് അടുത്തു വന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഈ മിനിറ്റിൽ ഈ കൊല്ലം ഹോളിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ദൈവം ആരുടെയോ അടുത്തേക്ക്, എന്റെ ദൈവം ആരുടെയോ അടുത്തേക്ക് വെളിപ്പെടുന്നു. ശബദന മനമന 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 മനമ. ബലത്തോടെ ആരാധിക്കുക. ദൈവത്തോട് അടുക്കാൻ പറ്റുന്നവർ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വെടിവെക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അത് ഉറപ്പുള്ളവർ ഒരുമിച്ച് കരമൊന്നടിച്ച് ഓ ഈ ആരാധന. വേറൊരു ദൈവമില്ല ശക്തിയോടെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ ചലിക്കുക. ആത്മാവിൽ നിന്ന് ആരാധിക്കാൻ പറ്റുന്നവര് ഇതിനേക്കാൾ വലിയ സന്തോഷം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. നിന്റെ സാന്നിധ്യത്തിൽ ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ട്. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. മഹിമയോടെ വിഹാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ വിഹാരൂഢനായി വരും. ഓ അൽഫാ ഒമേഗ
ആത്മാവ് ചലിക്കട്ടെ, ആത്മാവ് ചലിക്കട്ടെ, ആത്മാവ് ചലിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഈ ഹോളിൽ ചലിക്കട്ടെ. കർത്താതി കർത്താവും ദേവനും അവൻ മാത്രമേ. രാജാതിരാജാവും കർത്താതി കർത്താവും ദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും ഒന്നും മാറാത്തവേ. കാലങ്ങൾ മാറിപ്പോയാലും അവനൊന്നും മാറാത്തവേ. അവനാൽ ഒമേഗ, അവനാദ്യം, അവനാൽ ഒമേഗ, ഒരു ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഹാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ അൽഫാ ഒമേഗ, അവനാദ്യേ അന്ത്യൻ. അവൻ അൽഫാ ഒമേഗ, അവനാദ്യേ അന്ത്യൻ. മാറായ മാധുര്യമാകാൻ കഴിയും, മാറായ പിളർന്നു ദാഹം പോകും. മാറായ മാധുര്യമാകാൻ കഴിയും, മാറായ പിളർന്നു ദാഹം പോകും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും. ചിന്താകുലങ്ങളില്ലാതെ ചന്തമായെന്നും നടത്തും. അവനാൽ അവനാൽ ഓമേഘ, അവനാദ്യം. ഒന്ന് കണ്ണടച്ച് എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ളവർ ഈ ആരാധന വ്യക്തമായ ഒരു ദൈവശബ്ദം കേട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. വ്യക്തമായ ഒരു ദൈവശബ്ദം കേട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുന്നു, നീ അടുത്തതെന്തിലൊക്കെ നീ കാലുവെക്കുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് അതിരുകളെ വിശാലമാക്കുന്ന, ഇതുവരെയും ശത്രു പ്ലാൻ ചെയ്ത പ്ലാനുകൾക്കും അപ്പുറത്തായി എന്റെ ദൈവം ഈ ആരാധനയിൽ നിനക്ക് വേണ്ടി ചലിക്കുന്നു. ആരാധിക്കുക, ആരാധിക്കുക. ആരാധിക്കുന്നവന് വേണ്ടി ദൈവം എഴുന്നേൽക്കും കേട്ടോ. ആരാധിക്കുന്നവന് വേണ്ടി ദൈവം ചലിക്കും. ആരാധിക്കുന്നവന് വേണ്ടി ദൈവം എഴുന്നേൽക്കും. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് വിളിച്ചു പറയും, എന്റെ ദൈവം എഴുന്നേൽക്കുന്നു, എന്റെ ദൈവം എഴുന്നേൽക്കും. ആരാധിക്കുന്നവൻ അറിയാം ദൈവം എഴുന്നേൽക്കുന്നത്. അവനോട് ഒന്നുകൂടെ ആഴമായി ചോദിച്ചാൽ അവൻ വിളിച്ചു പറയും, അവൻ എന്റെ സ്തുതികൾക്ക് മീതെ ഇറങ്ങി വരും. ആത്മാവിൽ ചലിക്കുക, ആത്മാവിൽ ചലിക്കുക, ആത്മാവിൽ ചലിക്കുക, ആത്മാവിൽ ചലിക്കുക. ശക്തിയോടെ ഒരു ദൈവപ്രവർത്തിക്കായി ഈ ആരാധന ദിവസം കരമുള്ളവരെല്ലാം കരമടിച്ച് നിന്റെ വെല്ലുവിളി അവസാനിക്കുന്നു. നിന്റെ പ്രതിയോഗിയുടെ നേരെ ദൈവം എഴുന്നേൽക്കുന്നു. ദൈവത്തെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ആരാധന.
സൂമിൽ ശ്രദ്ധിക്കുന്നവർ, ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവർ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് ഒരു ആരാധന വെളിപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഏതൊക്കെയോ മേഖലകൾ നിങ്ങൾ ജയിക്കുകയാണ്. നിങ്ങൾ ജയിക്കുകയാണ്, ജയിക്കുകയാണ്. അടുത്ത മിനിറ്റുകളിൽ കാരാഗ്രഹം പൊളിയുന്നത് നീ കാണാൻ പോകുന്നു. എത്ര ബലത്തിൽ കെട്ടിയാലും സഭയുടെ പ്രാർത്ഥനയിൽ ആ പൂട്ടുകളെ ദൈവം അഴിക്കും. പൗലോസിന്റെയും ശീലാസിന്റെ ആരാധനയുടെ നടുവിൽ സലിക്കുക. ഇത് ബന്ധനം പറയുന്ന പകലല്ല, ഇത് ശത്രുവിന്റെ വലിപ്പം പറയുന്ന പകലല്ല. എന്റെ ദൈവം എഴുന്നേറ്റെന്ന് പറയുന്ന പകലാണ്. എന്റെ ദൈവം ചലിക്കുന്നു എന്ന് ആത്മാവിൽ ഉണരുക, ആത്മാവിൽ ഉണരുക. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. നിനക്ക് ബുദ്ധിയിൽ പോലും പ്രതീക്ഷിക്കാത്ത നന്മകളെ കൊണ്ട് എന്റെ ദൈവം നിറയ്ക്കാൻ പോകുന്നു. നിന്റെ ബുദ്ധിക്കപ്പുറത്തായി, നിന്റെ ചിന്തകൾക്കപ്പുറത്തായി യേശു ചലിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു. ചലിക്കട്ടെ, ആത്മശക്തി ചലിക്കട്ടെ. മാനുഷികമായ എല്ലാ എതിരുകളും മാറട്ടെ, മാനുഷിക ബുദ്ധികൾ മാറട്ടെ, മാനുഷികമായ ചിന്തകൾ മാറട്ടെ. ഈ മിനിറ്റ് മുതൽ ദൂതന്മാർ ഇറങ്ങി വരട്ടെ. ദൂതന്മാർ ഓ ധീര 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 മാന മാന മാ 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 മാ. ആത്മാവിൽ ചലിക്കുക, ആത്മാവിൽ ചലിക്കുക. ആത്മാവിലൊന്ന് ഉണരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക. ദൈവം ചെയ്യട്ടെ ചിലത്, ദൈവം ചെയ്യട്ടെ ചിലത്. ദൈവം ചെയ്യട്ടെ, ദൈവം പ്രവർത്തിക്കും. നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും, നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. ആമേൻ. നന്ദി പറയാൻ പറ്റുന്നവർ മുഴുവൻ നന്ദി പറയുക. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആരാധനയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാധിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം എന്തോ വലിയ കാര്യം ചെയ്യുന്നു. എൻ്റെ ദൈവം വലിയത് ചെയ്യുന്നു, ദൈവം വലുത് ചെയ്യുന്നു, ദൈവം വലുത് ചെയ്യുന്നു. നിനക്ക് വേണ്ടി ഒരു സീസണെ ഈ ആരാധനയിൽ ദൈവം മാറ്റും. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ ആഴ്ച നീ ചിന്തിക്കാത്തത് ദൈവം ചെയ്യും. എന്നോട് കർത്താവ് പറഞ്ഞു, ഉന്നതന്മാർ നിനക്ക് വേണ്ടി ഇടപെടും. നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും തിരിയാത്തത് ചിലത് തിരിയും. അതെനിക്ക് ഭയങ്കര ബോധ്യമാണ്. കർത്താവ് അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ആമേൻ. ദൈവസന്നിധിയിലേക്ക് ഇരിക്കാൻ പറ്റുന്നവർ ഇരുന്നാട്ടെ. ഒരു ദൈവ പ്രവർത്തിക്കായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ച്. അസാധാരണമായ ദൈവത്തിൻ്റെ കരം ചിലവർക്ക് വേണ്ടി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്, ചിലവർക്ക് വേണ്ടി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ 72 മണിക്കൂർ അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നവർ, ഹല്ലേലൂയ. എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മുടെ ആൾക്കാർ അത് എത്രത്തോളം നല്ലതുപോലെയാണ് ഏറ്റെടുക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ എറണാകുളത്ത് നിന്ന് 6 പേര് വന്നു. 6 പേർക്കും സാക്ഷ്യമുണ്ട് പറയാൻ. നമ്മൾ ആർക്കോ വേണ്ടി വന്നൊരു ഇച്ചിരി നേരം ഇരുന്നിട്ട് പോകുന്നു, പക്ഷെ അവരെ 72 മണിക്കൂർ കൊണ്ടിരുന്നു. നിങ്ങൾക്കറിയാം, ഇന്നലെ ഞാനൊരു സാക്ഷ്യം കേട്ടത്, പഞ്ചായത്തിൽ നിന്നൊരു സഹോദരിക്ക് വീട് അനുവദിച്ചു. അതേപോലെ അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള മെഡിക്കൽ ആയിട്ട് 3 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ വന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ മാത്രം ഇങ്ങനെ ആകരുത്. ഹല്ലേലൂയ. ഒരുമിച്ച് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ തീരുമാനമാണ് ഈ ദിവസങ്ങളിൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുന്നത്.
ഹല്ലേലൂയ. എന്നോട് തിരുവനന്തപുരംകാരും എറണാകുളംകാരും ചോദിക്കുകയാണ് അവിടെ ഈ 72 മണിക്കൂർ വയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിനകത്ത് ദാഹം കുറഞ്ഞ കർത്താവ് ഇത് വേറെ വല്ലയിടത്തോടത്തും വലിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ. ഒന്നൊരുമിച്ച് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? തിരുവനന്തപുരത്തെ ഒരു ബ്രദർ, അത് പേര് പറയുന്നില്ല, ആ ബ്രദർ പറയുന്നത് അതിൻ്റെ മുഴുവൻ എക്സ്പെൻസ് ഞാൻ ചെയ്തോളാം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഇവിടെ ആണെങ്കിൽ ആരും സപ്പോർട്ട് പോലും ചെയ്യത്തില്ല. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തികൾ കാണുവാനായിട്ട് എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 1-2 മിനിറ്റുകൾ ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ഈ മണിക്കൂറുകൾ സഭ ഹല്ലേലൂയ. അതിനകത്ത് വേറൊരു സഭയെന്ന് പോയി ഒരു സൗകര്യ വന്നതിനോട് പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഈ 2 മണിക്കൂർ ഇരുന്നങ്ങ് മടുത്തു, അതുകൊണ്ട് ഞാനൊന്ന് മാറിയൊന്ന് പോയി ആരാധിച്ചപ്പം എനിക്ക് മനസ്സിലായി അതിനേക്കാൾ ഭയങ്കരമായി 72 മണിക്കൂറെന്ന്. ഹല്ലേലൂയ. അതോടെ പിന്നെ അവരെ ഇപ്പോൾ അവരോട് മിണ്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഇത് വില കൊടുക്കുന്ന കേസാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ഇതിനു വേണ്ടി ഒരുങ്ങുമോ ഹല്ലേലൂയ അതിനനുസരിച്ച് ഹല്ലേലൂയ. ഞാൻ പാസ്റ്റൊക്കെ അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ മാത്രം 3 മണി വരെ ഇവിടെ ഉണ്ട് വെളുപ്പിനെ. ഹല്ലേലൂയ. ഇതിനകത്തുള്ള ആരെയും കാണാനില്ല. ഹല്ലേലൂയ. ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഈ ഉപവാസ പ്രാർത്ഥന മുതൽ ഒന്നുകൂടെ തീരുമാനമെടുക്കുക. ദൈവം വലിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ വേറെ സ്ഥലത്തുനിന്ന് വന്ന് ആൾക്കാർ സീറ്റ് പിടിക്കും. ഹല്ലേലൂയ. കർത്താവ് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണെന്നുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നതിനായിട്ടും നന്ദി. ഒരുമിച്ച് ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ നന്ദി പറയാൻ പറ്റുന്നവർ നന്ദി പറയുക. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ. സാക്ഷ്യം ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടോ? സാക്ഷ്യം പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കരമൊന്ന് ഉയർത്തുക. ഹല്ലേലൂയ. നമുക്ക് സമയം കുറവാണ്. ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്നലെ എറണാകുളത്ത് മീറ്റിങ്ങിന് വളരെ നേരത്തെ ചെല്ലുവാൻ സ്വർഗ്ഗം എന്നെ സഹായിച്ചു. അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓൾറെഡി അവിടെ പ്രസംഗിക്കേണ്ടത് ഓൾറെഡി പ്രിപ്പയർ ആയിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ഒരു ശബ്ദം എനിക്ക് കേൾക്കാം, പ്രതീക്ഷിക്കാത്തത് ചിലത് നീ വിശ്വസിച്ചോ ദൈവം ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ഇത് ചിന്തിച്ചു, കർത്താവ് എന്താ ഈ വേർഡ് എന്നോട് സംസാരിക്കുന്നത്? ഹല്ലേലൂയ. അവിടെ ഞാൻ ഒരു പദം തൊട്ടു. ഹല്ലേലൂയ. അതെൻ്റെ ബുദ്ധിയിൽപ്പെട്ടത് വെളിപ്പെട്ട വചനമാണ്. പക്ഷേ ഞാൻ തിരിച്ചു വരുമ്പോഴെല്ലാം ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഈ 10ാമത്തെ മാസം എന്താ കർത്താവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഹല്ലേലൂയ, എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് ഫേവർ എന്നുള്ളത്. ഫേവർ വെളിപ്പെടാൻ പോകുന്നു. ഇതുവരെയും കാണാത്ത അധികാരികളെ നീ കാണുമേ മാസം. അധികാരികളുടെ വീട്ടിൽ ചെല്ലാനുള്ള വഴി നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ സ്വപ്നം കണ്ട് ചില സമയങ്ങളിൽ ഉറങ്ങാം ഹല്ലേലൂയ ഉറക്കമെല്ലാം പോയി രാത്രിയിൽ എഴുന്നേറ്റിരുന്നു കുറച്ച് നേരം. ഹല്ലേലൂയ. ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നന്ദി പറയാം. അന്നേരമാണ് എനിക്ക് ഈ വാക്യത്തിൻ്റെ ആഴം പിടികിട്ടുന്നത്. ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പറയും. ഇന്നത്തെ മെസ്സേജ് സ്പെഷ്യലാണ്. ഹല്ലേലൂയ. ഇത് പ്രിപ്പറേഷൻ മെസ്സേജ് അല്ല, ഇത് ദൈവം നേരിട്ട് സംസാരിച്ച മെസ്സേജാണ്. ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ വാക്യത്തിലേക്ക് വരാൻ പറ്റുമെങ്കിൽ വരാം. എസ്തേറിൻ്റെ പുസ്തകത്തിനകത്തോട്ട് വരികയാണ്. എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഹല്ലേലൂയ ഒരുമിച്ച് വാക്യത്തിനകത്തോട്ട് വരണമേ. വാക്യം പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയാൽ വലിയ അനുഗ്രഹമായി. അങ്ങനെ എസ്തേരിനെ അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് തേബേത്ത് മാസമായ 10-ാം മാസത്തിൽ രാജധാനിയിൽ അവൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഈ വാക്യത്തിനകത്ത് ഭയങ്കര ആഴമാണ്. ഹല്ലേലൂയ. ഈ വാക്യം എവിടെ നിന്നുവെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇന്നലെ ഉറങ്ങിക്കിടന്ന സമയത്ത് വെളുപ്പിനെയാണ് ഇത് ദൈവം ഇടപെടുന്നത്. ഹല്ലേലൂയ. അങ്ങനെ എസ്തേറിനെ അഹശ്വേരോശ് രാജാവിൻ്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് തേബേസ് മാസമായ 10-ാം മാസത്തിൽ രാജധാനിയിൽ അവൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു ചെന്നു. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചെന്ന് പറയാമോ? 10-ാം മാസത്തിൽ ഒരിക്കലും കയറി ചെല്ലാൻ സാധ്യതയില്ലാത്തിടത്തോട്ട് ഇതാ അവളെ ഹല്ലേലൂയ ഒരാൾ കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിൻ്റെ ബുദ്ധിക്ക് നിൻ്റെ ചിന്തയ്ക്ക് ഒരിക്കലും ഈ കൊട്ടാരത്തിൽ കയറാനുള്ള ഹല്ലേലൂയ യോഗ്യത നിനക്കില്ല. പക്ഷേ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ചില മുഖാന്തരങ്ങൾ ഒരുക്കാൻ പോകുകയാണ്. അതാ 10ാമത്തെ മാസം അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 10ാമത്തെ മാസം അവളെ കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെങ്കിൽ കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് 10ാമത്തെ മാസം ഹല്ലേലൂയ ഒരു വിടുതലിൻ്റെ മാസം
മാസമാണെന്ന് എനിക്ക് ആഴമായി അറിയാം. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നലെ ഒരു വേദപണ്ഡിതൻ ഇത് തുക്കോസിൻ്റെ മാസമാണ്, സുക്കത്തിൻ്റെ മാസമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ മക്കൾ ഈ പ്രാവശ്യത്തെ സുക്കത്ത് വളരെ ശക്തമായി ആചരിച്ചു. അവരുടെ ഏറ്റവും വലിയ വിരോധിയായിരുന്നു എന്ന് പറഞ്ഞവനെ എന്നേക്കുമായി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഒരു വലിയ നോട്ട് സഹിതം ഒരാൾ എനിക്ക് അയച്ചു തന്നേക്കുന്നത് കണ്ടു. കാരണം അദ്ദേഹത്തിനും അറിയാം ഞാൻ ഈ മാസം ഇത് പ്രസംഗിച്ചു എന്നുള്ളത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഇസ്രായേലിനെ വല്ലാതെ വർഷങ്ങളായിട്ട് രാത്രിയും പകലും ആക്രമിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിയെ അവർ എന്നേക്കുമായി ഈ മാസം അവസാനിപ്പിച്ചു. ഒന്ന് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഒരു വർഷമല്ല കേട്ടോ, 2 വർഷമല്ല, വർഷങ്ങളായി ഇസ്രായേലിനെ പതിയിരുന്നു വല്ലാതെ ആക്രമിച്ചുകൊണ്ടിരുന്നവനെ ഈ 10ാമത്തെ മാസം അവർ അവസാനിപ്പിച്ചു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റും. ഇനി ചിലപ്പോൾ യുദ്ധം വരെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ദൈവം അസാധാരണമായ ദൈവപ്രവർത്തികൾ കൊണ്ടുവരുന്നവനാണ്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഇതാ 10ാമത്തെ മാസം ആർക്കാണെന്നറിയോ? എസ്തേറിന് രാജധാനിയിൽ ചെല്ലുവാൻ ഒരാൾ പ്രഷർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരാൾ കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. ആത്മാവിൽ ഇവൾ ആരാമെന്നറിയാമോ? ഇവളെക്കുറിച്ചൊന്ന് പഠിക്കണമെങ്കിൽ 2-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചു നോക്കണം. 2-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പാസ് വായിക്കാൻ പറ്റിയാൽ വലിയ അനുഗ്രഹം. അവൻ തൻ്റെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എന്ന ഹദസയ്ക്ക് അമ്മയപ്പന്മാരില്ലായകൊണ്ട് അവളെ വളർത്തിയിരുന്നു. അമ്മയപ്പനും ഇല്ലായിരുന്നു, അവക്ക് അമ്മയപ്പനും ഉണ്ടായിരുന്നു, പക്ഷെ നേരത്തെ മരിച്ചുപോയി. പക്ഷേ അവളെ മോർദെഖായി എടുത്ത് വളർത്തിയെന്നതാണ് അവിടെ കാണുന്നത്. അമ്മയപ്പനും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്ത അവളെ ഹല്ലേലൂയ അവക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കുകയാണ്. നിങ്ങൾക്കറിയാവോ, ഈ കൊട്ടാരത്തിൽ അനേക സ്ത്രീകളുണ്ടായിരുന്നു കേട്ടോ, അനേക സ്ത്രീകളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഇനിയുള്ള വാക്യം 16-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. 17-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമെങ്കിൽ വായിച്ചോ. 17-ാമത്തെ വാക്യം ഒന്നുകൂടെ. രാജാവ് എസ്തേരിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. പദം അടിവര ഇടാൻ പറ്റുമെങ്കിൽ അടിവരയിടുക. അമ്മയപ്പനും ഇല്ലാത്ത ഹല്ലേലൂയ ആരും നോക്കാനില്ലാത്തവളെ എടുത്തു വളർത്തിയവളെ ഹല്ലേലൂയ രാജാവ് അവിടെയുള്ള എല്ലാ സ്ത്രീകളെക്കാളും, ഒരു സ്ത്രീ അല്ലായിരുന്നു കേട്ടോ അവിടെ ഒത്തിരി സ്ത്രീകളുണ്ടായിരുന്നു. നിരത്തി നിർത്തിയാൽ 100 കണക്കിന് മുഖങ്ങൾ കാണാൻ പറ്റുന്ന രാജാവിന് ഒരാളോട് മാത്രം പ്രത്യേകമായി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ 10ാമത്തെ മാസം നിന്റെ മേളിൽ നറുക്ക് വീഴുന്ന മാസമാണ്. ഈ 10ാമത്തെ മാസം നിനക്ക് വേണ്ടി എന്തോ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വലിപ്പം വെളിപ്പെടാൻ പോകുന്ന മാസമാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീണ്ട നാളുകൾ ചോദ്യങ്ങളിൽ നിന്ന്, നീണ്ട നാളുകൾ ഭാരത്തിൽ നിന്ന് നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രതീക്ഷിക്കാത്ത ഹല്ലേലൂയ എൻ്റെ പ്രാർത്ഥന മുറിയിൽ രാവിലെ ദൈവം എന്നോട് പറഞ്ഞൊരു പദം ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുകയാണ്. ആ പട്ടണത്തിലെ ആ കൊട്ടാരത്തിലെ ഇവൾ താമസിക്കുന്ന ഇവളുടെ ബന്ധത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആർക്കെങ്കിലും വിചാരിക്കാൻ പറ്റുമോ ഇവൾ രാജ്ഞിയാകുമെന്നുള്ളത്? ഒരാൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇവള് അപ്പനും അമ്മയും ഇല്ലാത്തവളാണ്. ഇവളെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളത് ലോകത്തിന് ഉറപ്പ് വന്നതാണ്. പക്ഷെ ഈ 10ാമത്തെ മാസം നിന്നെ ദൈവം കൂട്ടിക്കൊണ്ടുവരാൻ പോകുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, പ്രതീക്ഷിക്കാത്തത് എന്തോ ഒന്ന് ഈ മാസം നിന്റെ മുന്നിൽ സംഭവിക്കാൻ പോകുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നിനക്കിതുവരെയും കയറാൻ പറ്റാത്ത, നിനക്കിതുവരെയും ചെല്ലാൻ പറ്റാത്ത, നിനക്കിതുവരെയും വെളിപ്പെടാത്തത് എന്തോന്ന് എൻ്റെ കർത്താവ് ഈ മാസം 20-ാം തീയതി കഴിയുമ്പോൾ ചെയ്യാൻ പോകും. അത് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കരമടിച്ച് എന്നോട് കർത്താവ് പറഞ്ഞു, വർഷങ്ങളായിട്ട് ഹല്ലേലൂയ നിങ്ങൾക്ക് അറിയാമോ, വർഷങ്ങളായിട്ട് ഇവൾ ആ പട്ടണത്തിലുണ്ട്, വർഷങ്ങളായിട്ട് ഹല്ലേലൂയ ഇവൾ മുമ്പോട്ട് പോകുകയാണ്. പക്ഷെ ഈ മാസം 10-ാം തീയതി, ഈ മാസം 10ാമത്തെ മാസം ഹല്ലേലൂയ അവൾക്ക് വേണ്ടി ഇതുവരെ തുറക്കാത്തത് എന്തോ ഒന്ന് ഉടബന മനമന ഘടക സധര മനമന ഘടക ശബദന മനമന ഘടക സന്ധര മനമന ഘടക. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവക്ക് 2 വയസ്സായെന്നല്ല എഴുതിയിരിക്കുന്നത് കേട്ടോ, അവക്ക് രാജ്ഞിയാകാൻ തക്കവണ്ണം, രാജാവിന്റെ മണവാട്ടിയാകാൻ തക്കവണ്ണം പ്രായമായി എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അത്രത്തോളം വലിപ്പവും വയസ്സുമായിട്ടുണ്ട് അവക്ക്. എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു, ഇതുവരെയും ഈ പട്ടണത്തിൽ ആർക്കും ചിന്തിക്കാൻ പറ്റാത്തത്, ഇതുവരെയും ആർക്കും
ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്തത് ഈ മാസം 10 ദിവസത്തിനുള്ളിൽ ദൈവം നിനക്ക് വേണ്ടി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കണം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവര് ആരാധിക്കണം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവര് ഒന്ന് കരമടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കരമടിക്കുക. കരമടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കരമടിക്കുക. കരമടിച്ചൊന്ന് 1-2 മിനിറ്റുകൾ ശക്തിയോടെ ദൈവത്തെ ഒന്ന് ആരാധിക്കുക. കരമടിച്ച് 1-2 മിനിറ്റുകൾ. എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ദൂത് ഞാൻ കേൾക്കുമ്പോൾ കർത്താവിനോട് പറയും, കർത്താവ് ഇനി 10 ദിവസമേ ഉള്ളൂ, ഞാൻ എന്തുവാ ഇതിനകത്ത് ചെയ്യണം? കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഫോൺ കോളുകൾ ദൈവം ഒരുക്കും. നിനക്ക് വേണ്ടി നീ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും വഴിയില്ല എന്ന് പറഞ്ഞവർ നിന്നെ ഫോണിൽ വെളിപ്പെടും. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക. അത് എസ്തേറിന് വേണ്ടി 10-ാം മാസം വെളിപ്പെട്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ് എസ്തേറിനില്ലായിരിക്കാം, അവിടുത്തെ രാജാക്കന്മാർ ഇല്ലായിരിക്കാം, മൊർദെഖായി ഇല്ലായിരിക്കാം, പക്ഷേ അവക്ക് വേണ്ടി വഴി തുറന്ന ദൈവം ഈ ഹോളിൽ ഇറങ്ങിയിട്ടുണ്ട്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അവന് വയസ്സ് വന്നിട്ടില്ല, അവൻ നരച്ചിട്ടില്ല, അവന്റെ കൈ കുറുകിയിട്ടില്ല. അതേ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഈ 10-ാമത്തെ മാസം മലകൾ നീങ്ങും, അത്ഭുതങ്ങൾ സംഭവിക്കും, അതിശയങ്ങൾ സംഭവിക്കും. അവൻ രാജാവാണ്. ആത്മാവിൽ ചലിക്കാൻ പറ്റുമെങ്കിൽ ചലിക്ക്. നിങ്ങൾ എന്റെ കൂടെ ഈ വചനത്തിനകത്ത് ജീവിക്കണം. ഇനി അങ്ങോട്ട് നിങ്ങൾ പറയണം, ഈ 10 ദിവസമുണ്ടെങ്കിൽ ഞാൻ എണ്ണുന്നു കർത്താവേ, നീ എന്റെ ജീവിതത്തിനകത്ത് ചെയ്യാൻ പോകുന്നത് വലിപ്പമാണ്. ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചലിക്കുക. നീണ്ട നാളുകൾ നിന്നെ രോഗത്തിലാക്കിയ, നീണ്ട നാളുകൾ നിന്നെ തളർത്തിയ വിഷയങ്ങളിൽ ഈ 10-ാമത്തെ മാസം ദൈവത്തിന് പദ്ധതിയുണ്ട്. തിരിച്ചറിയുക, പ്രതീക്ഷിക്കാത്തത് നീ അനുഭവിക്കാൻ പോകുന്നു. നീണ്ട നാളുകൾ ദൈവത്തെ ആരാധിച്ച നിനക്ക് വേണ്ടി ദൈവം ഇന്നുവരെയും കാണാത്തത് ചിലത് തുറക്കാൻ പോകുന്നു. അക്കരമടിച്ച ദൈവത്തെ ആരാധിക്കുക. അക്കരമടിച്ച ദൈവത്തെ ആരാധിക്കുക. കൊല്ലം ചർച്ചിൽ ആരാധിക്കാൻ വന്നിരിക്കുന്നവരുണ്ടോ? അവര് ശക്തിയോടെ ഈ വചനം സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 10-ാമത്തെ മാസം അവളെ രാജസന്നിധിയിലേക്ക്. എന്റെ ചോദ്യം, ഇതിനു മുമ്പേ അവന് തോന്നിയിട്ടില്ലേ? ഈ മാസം ചിലത് തോന്നും. കാരണം നിന്റെ ആഗ്രഹം എന്താന്ന് ദൈവത്തിന് അറിയാം, നിന്റെ വാഞ്ച എന്താന്ന് ദൈവത്തിന് അറിയാം. ഉത്തരമുണ്ട്, യാചിച്ചാൽ നിശ്ചയം അതു നിശ്ചയം. നിശ്ചയം അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നു ചോദിച്ചാൽ ചലിക്കട്ടെ. ഒരസാധാരണ ദൈവപ്രവൃത്തി. ഞാൻ ആത്മാവിൽ സൂമിൽ നോക്കി ചിലവരെ നോക്കി പ്രവചിക്കുന്നു. അധികാരികൾക്ക് നിന്നോട് ഫേവർ തോന്നുന്ന ഈ 10 ദിവസങ്ങൾ വെളിപ്പെടുന്നു. ചിലവർക്ക് ഇതുവരെ തുറക്കാത്തത് നിന്നോട് തോന്നും. ചിലത് കർത്താവ് അത്ഭുതമാക്കാൻ പോകുന്നു. വിടുതലുണ്ട്, ആശ്രയിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം. നിത്യരക്ഷ നിശ്ചയം. എന്റെ കൂടെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 10-ാമത്തെ മാസം എസ്തേറിന് വേണ്ടി പേരെഴുതിയ ദൈവം ചിലവരെ അവൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഓ ഹല്ലേലൂയ. അവളുടെ ദുഃഖം തീർക്കുവാൻ, അവരുടെ വിളിയെ വെളിപ്പെടുത്തുവാൻ, അവൾക്ക് പ്രതീക്ഷിക്കാത്ത വാതിലുകൾ തുറന്നു കൊടുക്കുന്ന ദൈവം
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ മാസം നീ പ്രതീക്ഷിക്കാത്തത് ചിലത് ഓ മറുപടി ഉണ്ട്. മുട്ടിയാൽ തുറന്നിടും. അങ്ങ് പുറകെ നിൽക്കുന്നവരെയും ഒരുമിച്ച് എന്റെ കൂടെ ചേർന്ന് പറയും, പാസേ 10 ദിവസം ഇനിയുള്ളൂ, പക്ഷെ ഈ 10 ദിവസം ഞാൻ ചിലത് കാണുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇന്നലെ രാത്രി ഇത് ദൈവമാണ് കാണിച്ചെന്നുള്ള തെളിവ് എനിക്ക് ഇന്ന് രാവിലെ മനസ്സിലായി. ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നീ പ്രതീക്ഷിക്കാത്തത് ചിലത് നിന്റെ അക്കൗണ്ടിൽ വെളിപ്പെടും. നീ പ്രതീക്ഷിക്കാത്തത് ചിലത് നിനക്ക് വേണ്ടി എൻ്റെ ദൈവം തുറന്നു തരും. നീ പ്രതീക്ഷിക്കാത്ത സൗഖ്യം നിന്റെ ശരീരത്തിൽ വെളിപ്പെടും. നീ പ്രതീക്ഷിക്കാത്തത് നിന്റെ തലമുറയുടെ മേലിൽ വെളിപ്പെടും. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടി അവൻ ഉറവകളെ തുറക്കും. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചു. ഇത് ശബ്ദമാണ്, ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, പുതിയത് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതാ നിനക്ക് വേണ്ടി അങ്ങനെ ഒരു വാതിൽ ദൈവം തുറക്കാൻ പോകുകയാണ്. ഒരുമിച്ച് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ 10 ദിവസം, ഈ 10ാമത്തെ മാസത്തിനുള്ളിൽ ഒരു ദൈവപ്രവൃത്തി നടക്കണമെന്ന് പറയുന്നവർ അടുത്ത് നിൽക്കുന്നവരെ നോക്കരുത്. അതെൻ്റെ മേളിൽ വെളിപ്പെടാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ അറിയാം, ഈ ദൈവത്തെ തിരിച്ചറിയാൻ തയ്യാറാക്കുക. നിന്നെ അവൻ കൈവിടത്തില്ല, നിന്നെ അവൻ ഉപേക്ഷിക്കത്തില്ല. എന്നേക്കുമായി ചില വിടുതലുകളെ അവൻ വെളിപ്പെടുത്തും. ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ. വേഗത്തിൽ നമുക്ക് ഒരു ഭാഗത്തേക്കൊന്ന് ഓടി വരാം. ഹല്ലേലൂയ. പ്രതീക്ഷിക്കാത്തത് ചിലത് ഈ മിനിറ്റിൽ എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുന്നു. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ആ കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 14-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 14-ാമത്തെ വാക്യം ഒരുമിച്ച് എൻ്റെ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്തു, അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബെർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ഇവിടെ അടുത്ത അധ്യായം കൂടെ നമ്മൾ ചിന്തിക്കും. അബ്രഹാം ആദ്യകാലത്ത് എഴുന്നേറ്റു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ എന്ന് പറഞ്ഞാൽ ഇസ്മായേലിന്റെ അമ്മയുടെ തോളിൽ വെച്ചു. എന്നിട്ട് അടുത്ത പദം പറഞ്ഞിരിക്കുകയാണ്, കുട്ടിയെ കൊടുത്തു. കുട്ടിക്ക് ആരോഗ്യമോ വളർച്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അല്ല, യഹൂദന്റെ നിയമം അനുസരിച്ച് അവൻ സ്ത്രീയുടെ കയ്യിൽ ഭാരമുള്ളത് കൊടുക്കത്തില്ല. കാരണം എന്താണെന്നറിയാം, അടുത്ത അധ്യായം നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം. പക്ഷെ ഇവിടെ കൈക്കുഞ്ഞായിരിക്കുന്ന ഹല്ലേലൂയ ഇസ്മായേലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അബ്രഹാം ആഴമായി ആഗ്രഹിക്കുന്നത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയെ കൊടുത്ത് അവളെ അയച്ചു. അടുത്ത വാക്യം, അവൾ പുറപ്പെട്ടു പോയി ബെർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഈ സമയത്ത് അബ്രഹാമാണ് അവളെ നോക്കേണ്ടത്. ഈ സമയത്ത് ആ കുഞ്ഞിനെ പരിപാലിക്കേണ്ടത് അബ്രഹാമാണ്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഈ പുറപ്പാടാണ്. ഹല്ലേലൂയ. ഞാൻ ആ പേര് പറയുന്നില്ല, ലൈവ് ഉള്ളത് കൊണ്ട്. അന്യ ആ മതസ്ഥരെ ഇത്രയും വളർത്തിയത് കാരണം എൻ്റെ ദൈവം കണ്ണുനീരിൽ പ്രസാദിക്കുന്നവനാണ്, കഷ്ടതയിൽ അകലാത്തവനാണ്. നിങ്ങൾ നോക്കണേ, ആര് സഹായമില്ല എന്ന് പറഞ്ഞ ഹാഗാറിനും ഇസ്മായേലിനും വേണ്ടി ഈ യാത്രയിലാണ് ദൈവം കൂടെ നിൽക്കാൻ പോകുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എല്ലാ ദിവസവും ഒരേപോലെ അല്ല. നിന്റെ ദുഃഖത്തിൽ, നിന്റെ വേദനയിൽ, നിന്റെ ഹല്ലേലൂയ സങ്കടത്തിനകത്ത് ദൈവം പ്രസാദിച്ചാൽ കാര്യങ്ങൾ തിരിയാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അടുത്ത വാക്യങ്ങൾ താഴോട്ട് നാളെ അവൾ പുറപ്പെട്ടു പോവുകയാണ്. ബെർശേബ മരുഭൂമിയിൽ അവൾ ഉഴലുകയാണ്. ഉഴലുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. 15-ാമത്തെ വാക്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം, തുരുത്തിയിലെ വെള്ളം ചെലവായി പോയി, തീർന്നുപോയി. അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. അവളെയും കുട്ടി എന്നാണ് പറയുന്നത്. കുട്ടിക്ക് നടക്കാനോ അല്ലെങ്കിൽ ഓടാനോ ഒന്നും പറ്റത്തില്ല. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്നോട് പരിശുദ്ധാത്മാവിന്റെ ചെവിയിൽ പറഞ്ഞ ദൂത്, നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും ഭയങ്കരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു മണിക്കൂറായി ഇത് തീരാൻ പോകുകയാണ്.
ആഴമായി ദൈവത്തെ വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളിക്കുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒത്തിരി സമയം വേണ്ട. ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ ഒത്തിരി സമയം വേണ്ട. ഈ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ തന്നെ നീ ഇതുവരെയും കാണാത്ത ചിലത് കാണാൻ തുടങ്ങും. നീ ഇതുവരെയും അനുഭവിക്കാത്തത് ചിലത് അനുഭവിക്കാൻ തുടങ്ങും. കാരണം എൻ്റെ ദൈവം ഒരാളോട് ചലിക്കാൻ തുടങ്ങിയാൽ, എൻ്റെ ദൈവം ഒരാളോട് ഇടപെടാൻ തുടങ്ങിയാൽ, എൻ്റെ ദൈവം ഒരാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, അത് ബുദ്ധിക്കപ്പുറത്തായിരിക്കും, അത് ചിന്തകൾക്കപ്പുറത്തായിരിക്കും. ദൈവത്തിന്റെ കരത്തിനായി ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമോ? തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിലിട്ടു. എന്തിനാ ആ കുറുങ്കാറ്റിൽ തണലിട്ടേന്നറിയാമോ? അടുത്ത വാക്യമാണ് ഇമ്പോർട്ടന്റ്. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്ത് ഇരുന്നു. കാണുന്ന രീതിയിൽ അവൾ പോയി കുറച്ചു ദൂരം മാറിയിരിക്കുകയാണ്. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു. അവൾക്കറിയാം വെള്ളം തീർന്നു, ഇനി വഴിയില്ല. അടുത്തേതോ മിനിറ്റുകളിൽ ആ കുഞ്ഞ് മരിച്ചു പോകും. ഇങ്ങനെ ആരെങ്കിലും പ്രതീക്ഷകളെല്ലാം അവസാനിച്ച് ഇവിടെ വന്നിരിപ്പുണ്ടോ? ഇനി എങ്ങനെയെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇവിടെ വന്നിരിപ്പുണ്ടോ? അവരോട് ദൈവത്തിന് പറയാനുണ്ട്, നിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിട്ടാണ് നിന്റെ കണ്ണുനീരിന് ദൈവം വഴി തുറക്കാൻ പോകുന്നത്. ഈ മാസം വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ പുസ്തകത്തിനകത്ത് കൈവച്ചിട്ട് പറയുന്നു, 1998 ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഞാൻ ദൈവത്തെ അറിഞ്ഞ് സ്നാനപ്പെടുന്നത്. 2001 മുതൽ ഞാനൊരു സഭയോട് ചേർന്ന് ദൈവവേല ചെയ്യാൻ തുടങ്ങി. അവിടെ മുതൽ ഇതുവരെയും തിരിഞ്ഞു നോക്കിയാൽ പ്രതീക്ഷിക്കാൻ പറ്റാത്തത് ചിലതാണ് എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചത്. ഒരിക്കലും ഇങ്ങനെ മൈക്ക് പിടിക്കുമെന്നോ ഒരിക്കലും ഇങ്ങനെ ദൈവവേല ചെയ്യുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ എൻ്റെ ബുദ്ധികൾക്കപ്പുറത്തായി, എൻ്റെ ചിന്തകൾക്കപ്പുറത്തായി അവൻ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്നവര് ചിലവര് അടുത്ത മണിക്കൂറിൽ പ്രതീക്ഷിക്കാത്ത ചിലത് ആ കരമൊന്ന് അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കരമടിച്ച്, കരമൊന്നടിക്കാൻ പറ്റുന്നവർ കരമടിച്ച്, വേഗത്തിൽ ചിലത് നിനക്ക് വേണ്ടി തുറന്നു തരുന്നു. വേഗത്തിൽ നിനക്ക് വേണ്ടി ചിലത് സംഭവിക്കുകയാണ്. അവളുടെ പ്രതീക്ഷ എന്താ പറയുക? ആ കുഞ്ഞിപ്പം മരിക്കും, അവിടെ ആരും സഹായിക്കാനില്ല, ആരും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനില്ല. ഇന്ന് ഈ ദൂത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. നിനക്കും നിന്റെ കുടുംബത്തിന് വേണ്ടിയും ഇതുവരെയും ആരും സഹായമായിട്ടില്ലെങ്കിലും ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ദൂതന്മാർ ഇറങ്ങി വരും. ഒന്ന് കരമടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കരമടിച്ച് ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിന്റെ എക്സ്പെക്ടേഷനും അപ്പുറത്തായി, നിന്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായി ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമാകും. ഇത് ദൈവത്താൽ സംഭവിക്കുന്ന മീറ്റിംഗാണ്. ഇത് ദൈവത്താൽ സംഭവിക്കുന്ന മീറ്റിംഗാണ്. ഇല്ലെങ്കിൽ ഈ ഞായറാഴ്ച ഞാൻ കൊല്ലത്ത് ശുശ്രൂഷിക്കത്തില്ല. എന്റെ ദൈവമാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരമടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കരമടിച്ച് അത്ഭുതം അല്പസമയം ശക്തിയോട് ദൈവത്തെ ഒന്ന് അറിഞ്ഞുകൊണ്ട് ആരാധിക്കാൻ പറ്റുന്നവർ, പ്രതീക്ഷകൾക്കും അപ്പുറത്തായി. ഷിപ്പാസേ അവളെ പറയുന്നത്, എനിക്ക് കുഞ്ഞിന്റെ മരണം കാണാൻ വയ്യ, എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ദൂരെ മാറി നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ അവക്കുള്ള വെള്ളം കൊടുക്കാനില്ല, എൻ്റെ കയ്യിൽ അവനുള്ള വെള്ളം കൊടുക്കാൻ, ആ കുഞ്ഞിനുള്ള വെള്ളം കൊടുക്കാനില്ല, എനിക്ക് വേണ്ടി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല എന്നുള്ള നിലയിൽ ആ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളോട് ദൈവം ഇടപെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പദമാണ് ചില മണിക്കൂറുകൾ എൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചിന്തകൾക്ക് വലിപ്പം പകർന്നത്. ലോകത്തിൽ ഒത്തിരി മതങ്ങളുണ്ട് കേട്ടോ. അവർക്കാർക്കും ഇല്ലാത്ത ഒരു പ്രതീക്ഷ നിനക്കുണ്ടെങ്കിൽ, ലോകത്തിൽ എത്ര മതമുണ്ടെന്നോ എത്ര ജാതി ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല, പക്ഷേ ആ റോഡിലൂടെ പോകുന്നവർക്കില്ലാത്ത ഒരു പ്രതീക്ഷ നിനക്കുണ്ടെങ്കിൽ, ഈ ഹോളിനകത്ത് നിന്റെ ദൈവത്തെക്കുറിച്ച് നിനക്കൊരറിവുണ്ടെങ്കിൽ, നീ വിശ്വസിച്ചോ, നീ ചിന്തിക്കാൻ പറ്റാത്തത് എന്തോ ഒന്ന് ഈ മണിക്കൂറുകളിൽ എൻ്റെ ദൈവം നിന്റെ മുമ്പിൽ ഇറക്കി തരാൻ പോകുകയാണ്. നീ അത് കാണാൻ പോകുക. നിന്റെ കണ്ണുകൊണ്ട് നിന്റെ ചിന്തയ്ക്ക് അപ്പുറത്തായി ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. അവൾ ഉറക്കം നിലവിളിക്കുകയാണ് കേട്ടോ. അവൾ ഉറക്കം നിലവിളിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ആ കുഞ്ഞും നിലവിളിക്കുന്നുണ്ട്. അമ്മയുടെ സ്നേഹം വിട്ടു ആ കുഞ്ഞിന് ദാഹിക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. അവൾ ആ കുഞ്ഞ് അവസാനത്തെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ നിങ്ങൾ നോക്കണം, അടുത്ത വാക്യം 17-ാമത്തെ വാക്യം ഇമ്പോർട്ടന്റാ. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന് ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട്, നിങ്ങൾ ഈ ഭാഗത്തോട്ടൊന്ന് ഇറങ്ങിച്ചെന്നാൽ, ഇതുവരെയും ഹാഗാർ ചിന്തിച്ചത് മരണമാണ്.
ഇതുവരെയും ചിന്തിച്ചത് എല്ലാ വഴിയും അടഞ്ഞെന്നുള്ളതാ. അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം സഡനൊരു മാറ്റം സംഭവിക്കുകയാണ്. അവളുടെ ചെവികൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ശബ്ദം ആ മരുഭൂമിയിൽ വെളിപ്പെടുന്നു. ഇന്ന് പകൽ ഈ ആരാധനയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചിലവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ പ്രതീക്ഷിക്കാത്ത ചില എത്ര പേർ എന്റെ കൂടെ സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ബാലന്റെ നിലവിളി ദൈവം കേട്ടു. അടുത്ത പദം പറയുന്നു, ഇതാ ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് അടിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇതേപോലെ ചില വിളികൾ വരാൻ പോവുകയാണ്. ഇതേപോലെ ചില വഴികൾ തുറക്കാൻ പോകുകയാണ്. അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്ന് ഈ ഹോളിനകത്ത് വെളിപ്പെട്ട് കഴിഞ്ഞു. ഒന്ന് കരമടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശക്തിയോടെ, ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശക്തിയോടെ, ആത്മാവിൽ ആരോ എന്നെ കേൾക്കുന്നവർ പറയുന്നു, ഈ കഷ്ടം നന്നായി, ഈ കരച്ചിൽ നന്നായി, ഈ പ്രശ്നം നന്നായി. എന്താണെന്നറിയാമോ? മനുഷ്യനാണെങ്കിൽ അളന്നേ കൊടുക്കത്തോളൂ. മനുഷ്യനാണെങ്കിൽ അളന്നേ കൊടുക്കത്തോളൂ. ഞാൻ ശിവപാസന്റെ 1000 രൂപ ചോദിച്ചാൽ 1000 രൂപയെ തരത്തോളൂ. ശിവപാസൻ നല്ലവനായതുകൊണ്ട് 1000 രൂപയെ തരത്തോളൂ. ഇനി അതിലും കൂടുതൽ നല്ലവനായാലും 1000 തരത്തോളൂ. പക്ഷെ ദൈവം, ഹല്ലേലൂയ, അങ്ങനല്ല കേട്ടോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എത്ര പേരൊന്ന് കര ഉയർത്തിപ്പിടിച്ചു. കാരണം അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്തു. കാരണം അബ്രഹാമിനൊരു കണക്കൂട്ടലുണ്ട്, ഇത് തീരുമ്പം ആ മരുഭൂമിയിൽ ഇത് രണ്ടും തീരും. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, മനുഷ്യൻ തരുന്നതും മനുഷ്യൻ ചെയ്യുന്നതും എല്ലാം കണക്കൂട്ടിയാണ്. ചിലവർ നിന്റെ വഴി അടയ്ക്കുന്നത് കണക്കൂട്ടിയാണ്. ചിലവർ നിന്നെ സഹായിക്കുന്നത് കണക്കൂട്ടിയാണ്. പക്ഷേ നിന്റെ കരച്ചിലിന്റെ നടുവിൽ വെളിപ്പെടുന്ന ദൈവശബ്ദം നിന്റെ കണക്കൂട്ടലിനും അപ്പുറത്താണ്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഡോക്ടർ ചിലത് ചെയ്യുന്നത് കണക്കൂട്ടിയാണ്. കാരണം അവൻ അറിയത്തില്ല അടുത്തത് അവന് ഒരു ഉറപ്പുണ്ട്, ഈ മരുന്ന് കഴിച്ചാൽ സൗഖ്യമാകുന്നു, ഈ സഹായം വെളിപ്പെട്ടാൽ ഒരു വിടുതൽ നടക്കുമെന്ന്. അതെല്ലാം കണക്കൂട്ടലുകളാണ്. പക്ഷെ ആ കണക്കൂട്ടലുകൾ എപ്പോ വേണമെങ്കിലും മാറാം, എപ്പോ വേണമെങ്കിലും അത് തിരിയാം. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവം ഇടപെട്ടാൽ ഈ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാലേ ഹാഗാർ ഉള്ളിൽ പറഞ്ഞു കാണും, കരഞ്ഞത് നന്നായി. അല്ല, താഴോട്ടൊന്ന് വായിക്കോ വേഗത്തിൽ. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു അവളോട്, ഹാഗാറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്നരുളി ചെയ്തു. ഇതുവരെ ഇസ്മായേല് ജാരസന്തതിയാണ്. ഇതുവരെയും അനേകർക്ക് ഒരു വിഷമമാണ് ഈ കുഞ്ഞ്. ഇതുവരെയും തെള്ളപ്പെട്ടവനാണ് ഈ കുഞ്ഞ്. പക്ഷെ ആ കണ്ണുനീരിന്റെ നടുവിൽ എന്റെ ദൈവം ആ കുഞ്ഞിനെ നോക്കി പറയാണ്, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ മേളി മാത്രമേ ഉള്ളായിരുന്നു ഈ വിളി. അബ്രഹാമിന്റെ മേളി മാത്രമേ ഉള്ളായിരുന്നു ഈ ഉടമ്പടി. പക്ഷെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ, അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, തീർന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മേളിൽ ഒരു ദൈവവിളി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അതാ ഞാൻ ഇങ്ങനെ പറയുന്നു, അബ്രഹാമിന്റെ മേളിൽ നിന്ന് ഒരു വാഗ്ദത്തം ഈ കുഞ്ഞിന്റെ മേളിലോട്ട് തിരികെയാണ്. അബ്രഹാം ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ, അബ്രഹാം ഒന്ന് സൂക്ഷിച്ചായിരുന്നെങ്കിൽ അറിയാം, ഒരിക്കലും ഈ കുഞ്ഞൊരു ജാതിയാകത്തില്ലായിരുന്നു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ നല്ലതുപോലെ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ കയ്യിൽ നിന്ന് ചിലത് മാറത്തില്ല കേട്ടോ. നീ നല്ലതുപോലെ ദൈവത്തോട് അടുത്താൽ നിന്റെ മേളിൽ കിടക്കുന്നത് വെളിപ്പെട്ടിരിക്കും. പക്ഷേ ദൈവത്തിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചിലത് നിന്റെ മേളിൽ നിന്ന് മാറിപ്പോ. ഇതുവരെ ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയില്ലായിരുന്നു. പക്ഷെ അവസാനിക്കണമെന്നും മനുഷ്യനും അബ്രഹാം എന്നും ഹല്ലേലൂയ ദൈവം വിളിച്ചവനും ആഗ്രഹിച്ചപ്പോൾ അവന്റെ കണ്ണുനീരിൽ, ആ കുടുംബത്തിന്റെ കണ്ണുനീരിൽ ദൈവം മനസ്സലിഞ്ഞു.
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എനിക്ക് ഹാഗാറിനോട് ചോദിക്കാനുണ്ട്. ഹാഗാറേ, ഈ കരച്ചിൽ നന്നായില്ലേ? ഈ കഷ്ടത നന്നായില്ലേ? ഇപ്പോൾ നിന്നോട് ദൈവം പറയല്ലേ, നിന്റെ തലമുറ എല്ലാവരും തള്ളിയത് ഒരു വലിയ ജാതിയാകാൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് പകൽ ദൈവം ചെയ്യാൻ ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ 19-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ചിലവരെ തലയിലോട്ട് ഞാൻ കൈവച്ച് ദൂത് പറയുക, നീ കരഞ്ഞു തീരത്തില്ല കേട്ടോ. നിന്റെ കരച്ചിലിന്റെയും നിന്റെ വിഷമത്തിന്റെയും എവിടെയോ ചില വലിയ ദൈവശബ്ദം വെളിപ്പെടാൻ പോകുകയാണ്. നിന്നോട് ദൈവം പ്രീതി തോന്നാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി എന്തോ ഭയങ്കര കാര്യം ദൈവം അവളെ കണ്ണു തുറന്നു. അവളൊരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കര ഉയർത്തിപ്പിടിച്ച് അതുവരെയും വെളിപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ അവളുടെ സമീപത്ത് തന്നെ ആ ഉറവയുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് കാണാൻ പറ്റിയില്ല. അവള് മരണമാണ് കണ്ടുകൊണ്ടിരുന്നേ. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, എൻ്റെ ദൈവം നിനക്കൊരു കണ്ണുനീര് തരുന്നുണ്ടെങ്കിൽ, എൻ്റെ ദൈവം നിനക്ക് എന്തെങ്കിലും കഷ്ടത അറിഞ്ഞ് തരുന്നുണ്ടെങ്കിൽ, നീ കാണാത്തത് എന്തോ ഒന്ന് നിനക്ക് ചുറ്റും ദൈവം കരുതിയിട്ടാണ് നിൽക്കുന്നത്. ഇത് പ്രവചന ശബ്ദമാണ്. എൻ്റെ ചെവിയിൽ ആഞ്ഞടിച്ച പ്രവചന ശബ്ദമാണ്. ഈ 10-ാമത്തെ മാസം ഞാൻ ചിലത് നിർത്തലാക്കൂടാ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ഒന്ന് കൈ ഉയർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. നീ അറിഞ്ഞ് കരഞ്ഞ വിഷയത്തിനകത്ത്, നീ വല്ലാതെ ഭാരപ്പെട്ടതിനകത്ത് ദൈവം തുറന്നത് ഒരു തുരുത്തി വെള്ളമൊന്നുമല്ല, ഒരു ഉറവ അങ്ങ് തുറന്നു. ഉറവയുടെ പ്രത്യേകത എന്നറിയാവോ? ഉറവ തുറക്കുന്നത് മനുഷ്യന് തുറക്കാൻ പറ്റത്തില്ല, മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ വീട്ടിൽ ഒരു ഉറവ തുറന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം തുറക്കുന്നതാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. ഈ മീറ്റിങ്ങിനകത്ത് ദൈവം ചിലത് നിനക്ക് വേണ്ടി തുറക്കുന്നു. ഈ മീറ്റിങ്ങിനകത്ത് എന്റെ ദൈവം ചിലത് നിനക്ക് വേണ്ടി തുറക്കുന്നു. എന്റെ ചെവിയിൽ കേട്ട ശബ്ദം ഞാൻ ചിലവരുടെ തലയിലോട്ട് കൈവച്ച് പറയുന്നു, തുറക്കാൻ പോകുന്നു, തുറക്കാൻ പോകുന്നു. ഉടമന മനമന കിടക്ക, ഉടമന മനമന കിടക്ക. ആ ഉറവ ഇന്ന് പകൽ ചിലവരുടെ മേളിൽ തുറന്നു വരികയാണ്. സൂമിനകത്ത് കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ മനുഷ്യൻ കാണാത്തത് എന്തോ ഒന്ന്, അറിയാം, മനുഷ്യൻ ചിന്തിക്കാത്തത് എന്തോ ഒന്ന് ഈ മിനിറ്റിൽ ദൈവം തുറക്കാൻ പോകുകയാണ്. നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയത് ചെയ്യുന്നവനാണ്. യെശയ്യാവ് 43-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, മുമ്പുള്ളവ ഓർക്കണ്ട, പണ്ടുള്ളവ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ആ ഇരു കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, എൻ്റെ ബുദ്ധിക്ക് പ്രതീക്ഷിക്കാത്ത ചിലത് ദൈവമാണ് എന്നെ വിളിച്ചതെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അടുത്ത അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചാൽ 22-ാം അധ്യായം അബ്രഹാമിന്റെ പരീക്ഷയുടെ അധ്യായമാണ്. ജീവിതങ്ങളിൽ പരീക്ഷകൾ ദൈവം അനുവദിക്കുന്നത് നിന്നെ താഴ്ത്താനല്ല. പരീക്ഷ ശ്രദ്ധയോടെ നീ എഴുതുമെങ്കിൽ ആ പരീക്ഷ നിന്റെ ഉയർച്ചയാണ്. നിന്റെ ജീവിതത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് അനുവദിക്കുന്ന പരീക്ഷകളുടെ വലിപ്പം വ്യത്യാസമാണ്. 1-ാം ക്ലാസ്സിലുള്ളവൻ ഒരിക്കലും 5-ാം ക്ലാസ്സിലെ പരീക്ഷ കൊടുക്കത്തില്ല ദൈവം. 10-ാം ക്ലാസ്സുകാരന് ഒരിക്കലും ഡിഗ്രിയുടെ പരീക്ഷ കൊടുക്കത്തില്ല. നീ എന്താണോ കടന്നു പോകുന്നത്, നീ എന്താണോ പഠിക്കുന്നത്, അതിനകത്തുനിന്ന് ഒരു പരീക്ഷയുടെ എക്സാം അല്ലെങ്കിൽ എക്സാം നടക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ആ എക്സാമിന് നീ പോയില്ലെങ്കിൽ ഇത്രയും നാൾ കടന്നു പോയതെല്ലാം വെറുതെയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കര ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുവോ? നീ പരീക്ഷ പാസ്സായാൽ നിനക്ക് ചുറ്റും നിൽക്കുന്നവർ മുഴുവൻ സന്തോഷിക്കുന്ന രീതിയിൽ ഒരു റിസൾട്ട് വെളിപ്പെടും. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചോ. 22-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. അത് അവൻ്റെ ഏക സന്തതിയെ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ബൈബിൾ ആഴമായി ശ്രദ്ധിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്ക് അറിയാം. ഹാഗാറിനിട്ട് അബ്രഹാം ഒരു പണി കൊടുത്തപ്പം കർത്താവ് പറഞ്ഞു, നിനക്ക് വേണ്ടി ഒന്ന് ഒരുക്കുന്നുണ്ട്, വന്നോളാൻ പറഞ്ഞു. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്ന് പറഞ്ഞാൽ വിതയ്ക്കുന്നത് കൊയ്തിരിക്കും, വിതയ്ക്കുന്നത് കൊയ്തിരിക്കും. ഹല്ലേലൂയ.
നീ അവളെ കരയിച്ചപ്പോൾ എൻ്റെ പുസ്തകത്തിൽ നിനക്ക് വേണ്ടി ഒരു അധ്യായം എഴുതുന്നുണ്ട് ഞാൻ. അതിനകത്ത് നീ പാസ്സായാൽ നിന്റെ പേര് വലുതായിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ. അബ്രഹാം തൻ്റെ സന്തതിയെ യാഗം കഴിക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ ഇതാ ഒരു മലയുടെ മുകളിലോട്ട് പോകുകയാണ്. അത് 3 ദിവസം നീണ്ട നടപ്പാണ്. ആ നീണ്ട നടപ്പിനകത്ത് ഇതാ മലയുടെ താഴ്വാരയിൽ എത്തുമ്പോൾ ഹല്ലേലൂയ അവിടെ കാണുന്നത് ബാല്യക്കാരെ അവിടെ നിർത്തിയിട്ട് അവിടെയാണ് ഈ ഹല്ലേലൂയ യഹൂദന്മാരുടെ പാരമ്പര്യം കാണുന്നത്. ഹല്ലേലൂയ അപ്പനല്ല വിറക് ചുമന്നത് കേട്ടോ. ആ മകൻ വിറക് ചുമക്കാൻ തക്കവണ്ണം ബലമുള്ളത് കൊണ്ട് മകൻ്റെ മുകളിലോട്ട് ആ വിറകെടുത്ത് വെച്ചു കൊടുത്തു. യാഗപീഠത്തിനകത്ത് വെളിപ്പെടേണ്ട വിറക് മകൻ ചുമക്കുകയാണ് എന്ന് പറഞ്ഞാൽ യഹൂദന്റെ നിയമം അനുസരിച്ച് തലമുറകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പകലൊന്ന് ശക്തമായിട്ട് ആരാധിച്ചാൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. നിന്റെ തലമുറ വിടുതലിലേക്ക് വരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നത്തെ പകരത്തെ മീറ്റിംഗ് ചില തലമുറകളെ കർത്താവ് വിടുവിക്കും. തലമുറകളെ കർത്താവ് വിടുവിക്കും. അതിന്റെ 7-8 വാക്യങ്ങളൊന്ന് വേഗത്തിൽ വായിക്കാമെങ്കിൽ 7-8 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിക്കാമെങ്കിൽ. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിനവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇതാ മകൻ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. ബാക്കി എല്ലാം ഉണ്ട്, പക്ഷെ യാഗമൃഗം ഇല്ലല്ലോ. എല്ലാമുണ്ട്, പക്ഷെ അബ്രഹാമിന് അറിയാം ഈ മകനെയാണ് യാഗം കഴിക്കേണ്ടതെന്നുള്ളത്. അവൻ അവിടെ വിശ്വാസത്തിൽ പറഞ്ഞു, ദൈവം നോക്കിക്കൊള്ളും. എത്ര പേരുടെ കൂടെ ചേർന്നുകൊണ്ട് എല്ലാ പ്രതീക്ഷകളും തീരുമെന്ന് പറയുന്നിടത്ത് നിനക്ക് ദൈവത്തെ ഉയർത്താൻ പറ്റുമെങ്കിൽ, ദൈവത്തോട് അടുക്കാൻ പറ്റുമെങ്കിൽ, നീ പ്രതീക്ഷിക്കാത്തത് എന്തോ ഒന്ന് ഈ അടുത്ത മണിക്കൂറിൽ നിനക്ക് വെളിപ്പെടും. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ 13-ാമത്തെ വാക്യത്തിൽ ഇത് അവർ നടന്ന് മുകളിൽ കയറി യാഗത്തിന് വേണ്ടി. ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ ആഴമായി മനസ്സിലാക്കിയത്, മുകളിൽ ചെന്നപ്പോഴേ അബ്രഹാം പറഞ്ഞത്, മോനെ വേറെ ആരുമല്ല, നീ തന്നെ യാഗം. അവൻ്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി ആ വിറകിൻ്റെ മേളിൽ കിടത്തുകയാണ്. നമ്മളാരെങ്കിൽ നിൽക്കുമോ? നമ്മളാണെങ്കിൽ അപ്പനെ തെള്ളിക്കളഞ്ഞു ഓടും. പക്ഷെ ആ മകന് അനുസരണയുള്ളവനാണ്. ഞാൻ പ്രസംഗിക്കുന്നത് ആ മകൻ്റെ അനുസരണത്തിലായിരിക്കാം ദൈവം അബ്രഹാമിന് വേണ്ടി വഴി തുറക്കുന്നത്. ഹല്ലേലൂയ. 13-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിക്കാമെങ്കിൽ വായിച്ചോ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ. ഹല്ലേലൂയ. 12-ാമത്തെ വാക്യം കൂടെ ഒരുമിച്ച്. 12-ാമത്തെ വാക്യം. ബാലിന്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളിച്ചെയ്തു. വ്യക്തമായി അബ്രഹാം പരീക്ഷ എഴുതി. അബ്രഹാം അറിയാം ദൈവത്തെ ഭയപ്പെട്ടവനാണ്. ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് ദൈവം അവനോട് പറയുകയാണ്. അടുത്ത വാക്യമാണ് ഇമ്പോർട്ടൻ്റ്. ഭയപ്പെട്ടത് അറിയാം, ഞാനിപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അറിയാം. 13-ാമത്തെ വാക്യം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ഉയർത്തിപ്പിടിച്ചെന്ന് പറയാം. അബ്രഹാം തലപൊക്കി നോക്കി. തലപൊക്കി നോക്കുമ്പോൾ നിൽക്കുന്നതിന്റെ പുറകിൽ ഒരാട്ടിൻകൊറ്റനെ ദൈവം സെറ്റ് ചെയ്തേക്കുകയാണ്. എൻ്റെ ആഴമായ ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. ആട്ടിൻകൊറ്റൻ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുകയാണ്. കൊമ്പ് എന്ന് പറഞ്ഞാൽ അതിന് വലിപ്പമുണ്ട് കേട്ടോ. ഈ അബ്രഹാം 15-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു യാഗം നടത്തി. അതിനകത്ത് 3 വയസ്സുള്ള ആട്ടുകൊറ്റൻ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആട്ടുംകുട്ടികളെ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിന് മിനിമം 1 വർഷം ആകാതെ കൊമ്പ് മുളയ്ക്കത്തില്ല. ഹല്ലേലൂയ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാവോ? ഇത് ആ കൊമ്പിനകത്ത് അത് കുരുകി കിടക്കണമെങ്കിൽ ആടിനെ അറിയാവുന്നവർക്ക് അറിയാം, അത് ശബ്ദം ഉണ്ടാക്കും. അത് അവിടെ നിന്ന് മുഴുവൻ അറിയാം, ചവിട്ടി തേക്കും. പക്ഷെ അബ്രഹാം ഈ കയറി വരുന്ന വഴിയിലൊന്നും ഇത് കണ്ടില്ല. ഞാൻ വിളിച്ചു പറയുന്നത് ഏറ്റവും വലിയ ആഴം, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രതീക്ഷിക്കാത്ത ചിലത് ഈ പ്രാർത്ഥനയിൽ നിന്റെ സമർപ്പണം വെളിപ്പെട്ടാൽ, ഈ പ്രാർത്ഥനയിൽ നിന്റെ കണ്ണുനീര് ദൈവം കണ്ടാൽ, നീ പ്രതീക്ഷിക്കാത്ത ചിലത് അടുത്ത മിനിറ്റിൽ അത്ഭുതമായി മാറും. അടുത്ത മിനിറ്റിൽ അത്ഭുതമായി മാറും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാവൂ. പ്രതീക്ഷിക്കാത്ത ചിലത് കർത്താവ് തുറക്കാൻ പോകുന്നു. പ്രതീക്ഷിക്കാത്ത ചിലത് ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. എൻ്റെ കർത്താവ് എന്നോട് അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഈ 20 ദിവസം നീ കാണാത്ത കരുതൽ ഈ 10 ദിവസം നിന്റെ മുമ്പിൽ എൻ്റെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. നീ ഏത് വിഷയത്തിനകത്ത് ഭാരപ്പെട്ടോ, നീ ഏത് വിഷയത്തിനകത്ത് പ്രയാസപ്പെട്ടോ, ഏത് വിഷയത്തിൽ വഴി തുറക്കത്തില്ലെന്ന് പറഞ്ഞോ, അതിനകത്ത് നിന്റെ വിഷയത്തിനകത്ത് ഭയങ്കരമായ അത്ഭുതം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രതീക്ഷിക്കാത്തതൊന്ന് നിന്റെ വലയ്ക്കകത്ത് കയറും ഈ മിനിറ്റിൽ. ഞാൻ ഈ പ്രസംഗം ഒത്തിരി നീട്ടാൻ പോകുകയല്ല. ഇത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. ഈ ചിന്ത വെളിപ്പെട്ടത് യേശയ്യാവ് 64 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ്. ഇന്ന് ഇതിനകത്ത് ഒരു വിഷയത്തിന് മറുപടി വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവർ മുഴുവൻ കര ഉയർത്തണം. ഇനിയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഈ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ എഴുതുന്നത്. ഹല്ലേലൂയ. യേശയ്യാവ് 64 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ. ഹല്ലേലൂയ. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ആദ്യത്തെ 2 വാക്യങ്ങളും ഇതാരാണോ എഴുതുന്നത് ആ വ്യക്തിയുടെ ആഗ്രഹമാണ്. ഇത് പ്രവാചകന്റെ ആഗ്രഹമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. 1-ാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ്, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തവണ്ണം. ഹല്ലേലൂയ. നിന്റെ വൈരികൾ, ഹല്ലേലൂയ. അവിടെ നിങ്ങൾ നോക്കാം, അറിയാം, നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെ. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന എതിരുകൾക്ക് നടുവിൽ എൻ്റെ ദൈവം പ്രതീക്ഷിക്കാത്തതൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വരെ വരുമ്പോൾ എല്ലാ പ്രതീക്ഷകളും തീർന്നിട്ടുണ്ട്. ചിന്തിക്കാൻ പറ്റാത്ത നിലയിലാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനത്തിന് ജീവനുണ്ടെങ്കിൽ അറിയാം, അടുത്ത 3-ാമത്തെ വാക്യം നിന്റെ പ്രവൃത്തിയുടെ വാക്യമാണ്. കാരണം നീ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. നീ വിളിക്കുന്ന ഇവിടെ വന്ന് കൈ ഉയർത്തുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ ദിവസം ഞാനൊരു അത്ഭുതം കാണും, എനിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും, എൻ്റെ ദൈവം ചലിക്കും. അറിയാം, ഇതാ ഭക്തൻ വിളിച്ചു പറയുകയാണ്, നീ ഒന്ന് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ, എൻ്റെ ഈ വിഷയത്തിനകത്ത് നീ ഒന്ന് പ്രവർത്തിച്ചായിരുന്നെങ്കിൽ, അറിയാം, എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നായിരുന്നെങ്കിൽ. അറിയാം, അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഒരുമിച്ച് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? 1 മിനിറ്റ് ദൈവത്തെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പറ്റുമോ? ജീവിതത്തിനകത്ത് ദൈവത്തെ വിളിക്കാമെന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, വാസ്തവമായി ദൈവത്തെ അന്വേഷിക്കുന്നവർ, അവരൊരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കണമേ. ഈ ആരാധന എല്ലാ ഞായറാഴ്ചയും ഒരു ആരാധനയ്ക്ക് വന്നു എന്നുള്ള പേര് വെളിപ്പെടുത്താനല്ല, ഇന്നത്തെ പകൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പ്. നാളുകളായി അനുഭവിക്കുന്ന കളിയാക്കൽ, നാളുകളായി തടയപ്പെട്ട് കിടക്കുന്ന ചിലത്, നാളുകളായി അകന്നുപോയ തലമുറ, നാളുകളായി വിടുതലില്ലാത്ത എൻ്റെ കുടുംബം, ഒരുമിച്ചത് കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കൂ. എൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായി നിങ്ങൾ ദൈവത്തോട് അടുക്കുന്നു എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ ഭാഗം ഒന്ന് നിർത്തിയിട്ട് ഒറ്റ പദം തൊടാൻ പോവുകയാണ്. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം, ഹല്ലേലൂയ, 6-ാം അധ്യായം ശ്രദ്ധിച്ചാൽ, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം ശ്രദ്ധിച്ചാൽ അതിനകത്തൊരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട്, കടക്കാർ അവിടെ കുടുംബത്തെ മക്കളെ കൊണ്ടുപോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പ്രവാചകന്റെ അടുക്കിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ 6-ാം അധ്യായം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. ഹല്ലേലൂയ. പ്രവാചക ശിഷ്യന്മാർ എലീശയോടെ, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു. 4-ാം അധ്യായം അതിന്റെ ഒന്നുകൂടെയുള്ള വാക്യം ഒരുമിച്ച്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരെടുത്ത് എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കുക, അവർ ഭയങ്കര കടഭാരത്തിൽ നിൽക്കുക. ആ വീടിൽ ചുറ്റും കടക്കാർ നിൽക്കുക. അവർ പറയുന്നു, ഞങ്ങളുടെ കടം ഇനി തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ 2 മക്കളെ ഞാൻ കൊണ്ടുപോകും. ഇന്ന് പകൽ ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടത് വ്യക്തമായി വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കാൻ വന്ന നിന്നോട് നിന്റെ വീട്ടിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുകയാണ്. പ്രാർത്ഥിക്കാൻ വന്ന നിന്റെ വീട്ടിൽ സാമ്പത്തിക വഴികൾ തുറക്കാൻ പോകുകയാണ്.
ഇത് പ്രവചന ശബ്ദമാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ഇനി കടക്കാർ വന്ന് അസഭ്യം പറയാൻ, കുറ്റം പറയാൻ, നിന്റെ ഉറക്കം കെടുത്താൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ? ഇന്ന് നീ പ്രാർത്ഥനയ്ക്ക് വന്ന് നിൽക്കുകയാണ്. നിന്റെ വീട്ടിൽ പ്രതീക്ഷിക്കാത്ത ഒരു വിടുതൽ എൻ്റെ ദൈവം ഈ ആഴ്ച ചെയ്യാൻ പോകുകയാണ്. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ശക്തിയോടൊന്ന് പ്രാർത്ഥിക്കുക. നിന്റെ വീട്ടിലായി ഇത് തുറക്കാൻ പോകുന്നത്, നിന്റെ വീട്ടിലായി അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നത്. അവൾ ഈ തൊട്ടു മുമ്പ് വരെ കണ്ടത് കടക്കാരുടെ വിഷമപ്പെടുത്തുന്ന വാക്കുകളാണ്, തലമുറ അവകാശം പറയുന്നതാ. പക്ഷെ അവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അവൾ പ്രവാചകന്റെ അടുക്കൽ വന്നു. എന്തിനാ പ്രവാചകന്റെ അടുക്കൽ വന്നു? പ്രാർത്ഥിക്കാൻ തന്നെയാ. പ്രവാചകൻ പറഞ്ഞു, നിന്റെ വീട്ടിലെ വാതിലടയ്ക്കുക. യെസ്, മുട്ടുമേൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക. ലോകം കാണാത്തത് എന്തോന്ന് ഭവനത്തിൽ നടക്കുന്നു. പ്രതീക്ഷിക്കാത്തതൊന്ന് ഈ മണിക്കൂർ എന്നോട് ദൈവം ഈ കഴിഞ്ഞ മണിക്കൂർ പറഞ്ഞത്, നിന്റെ വീട്ടിൽ ഈ വരുന്ന മണിക്കൂറിൽ ലോകം കാണാത്തത് എന്തോ ഒന്ന് നിന്റെ മുറിക്കകത്ത് ഞാൻ ചെയ്യാൻ പോകുകയാണ്. ഒന്ന് കരമടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കരമടിച്ച് ഉടമന മനമന കിടക്കാം. യെസ്, കൊല്ലം ചർച്ചിൽ എത്ര പേർ തീരുമാനമെടുക്കും? പക്ഷേ ഈ 10 ദിവസം ഇതുവരെ പ്രാർത്ഥിക്കാത്തതുപോലെ എൻ്റെ ഭവനത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ വാതിലടച്ച് എൻ്റെ കുടുംബത്തോടെ ഞാൻ പ്രാർത്ഥിക്കും. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം കേട്ടോ. ഇത് പ്രാർത്ഥനയുടെ മിനിറ്റുകളാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വാതിലടയ്ക്കുന്ന ചില വിഷയത്തിനകത്ത് നീ അകത്ത് ചിലത് കാണാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, കടക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്തത്, ലോകത്തിന് കാണാൻ പറ്റാത്തത് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തുറന്നു തരാൻ പോകുന്നു. പ്രതീക്ഷിക്കാത്ത വിടുതൽ. ഹല്ലേലൂയ. ഗോഡ് വിൽ. പ്രതീക്ഷിക്കാത്തത് 6 ദിവസം കൊണ്ട് ദൈവം ചെയ്യും. ഉടമന മനമന ഘടക ശബദന മനമന ഘട ബിന്ദു ബോബേ, നീ പ്രതീക്ഷിക്കാത്തത് ഈ 10 ദിവസം കൊണ്ട് ദൈവം ചെയ്യും. ആത്മാവിൽ കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമോ? പ്രതീക്ഷിക്കാത്ത ചിലത് ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ആ കണ്ണാടി ഇട്ടിരിക്കുന്ന അമ്മച്ചിയുടെ ഇപ്പുറത്തിരിക്കുന്ന ആ സൗരി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അമ്മച്ചിക്ക് അറിയാവുന്നതാണോ? ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? രണ്ടാമതിരിക്കുന്ന അമ്മ എന്തിയേ? എവിടുന്നാ വരുന്നേ? ആ മകളുടെ എന്തെങ്കിലും വിഷയത്തിന് പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ ഉണ്ടോ? ഞാൻ കാണുന്നത് അവളുടെ എല്ലാം തകർന്നതുപോലെ ഒരു കാഴ്ച എനിക്ക് കാണാം. ഞാൻ ഈ പറയുന്ന അമ്മച്ചിയോട് ചോദിക്കുക, അവളുടെ എല്ലാ വിഷയവും അവസാനിച്ചതുപോലെ ഒരു കാഴ്ച എനിക്ക് കാണാം. അവളിന്ന് ജീവിക്കുന്ന ഒരു കളിപ്പിൽ ജീവിക്കുന്നത് പോലെയാണ്. അവളൊരു സ്വപ്നത്തിൽ ജീവിക്കുന്ന പോലെ ജീവിക്കുകയാണ്. എല്ലാം ഒലിച്ചു പോയതുപോലെ ഒരു കാഴ്ച എനിക്ക് കാണാം. അറിയാം, ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നുണ്ടോ അമ്മച്ചി? ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കല്ലേ വന്നത്? ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറയുന്നു, അവളുടെ കളിപ്പീലുകൾ തീരുന്ന രീതിയിൽ അവളുടെ ബുദ്ധിമണ്ഡലങ്ങളെ ദൈവം തൊടാൻ പോകുകയാണ്. അവളുടെ ബുദ്ധിമണ്ഡലങ്ങളെ ദൈവം തൊടാൻ പോകുകയാണ്. അറിയാം, ആ സൗരയുടെ കല്യാണം കഴിഞ്ഞാണോ? അതാ സംഭവം. ഹല്ലേലൂയ. അവളിന്ന് ആ കല്യാണ ജീവിതത്തിൽ, ആ വിവാഹ ജീവിതത്തിൽ കളിപ്പിക്കപ്പെട്ട പോലെയാണ് അവൾ ജീവിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ആ മകളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യണമേ. ഒരു ദൈവപ്രവൃത്തിയെ ദൈവം അയക്കണമേ. പരിശുദ്ധാത്മാവ് ചെയ്യുന്നല്ലോ, പരിശുദ്ധാത്മാവ് ചെയ്യുന്നല്ലോ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അമ്മച്ചി, ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും സത്യമാണെങ്കിൽ ആ കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ചിന്തിച്ചതിനും അപ്പുറത്തായി ഒരു ദൈവപ്രവൃത്തിക്കായി ഹല്ലേലൂയ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. കര ഉയർത്തി. ലോകം അറിയുന്നതിന് മുമ്പേ നിന്റെ കഥ കടച്ചുള്ള പ്രാർത്ഥനയിൽ ചിലത് കർത്താവ് ചെയ്തിരിക്കും. ലോകം പറയുന്നതിന് മുമ്പേ ആ കഥ കടച്ചുള്ള പ്രാർത്ഥനയിൽ ചിലത് കർത്താവ് ചെയ്തിരിക്കും. ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമോ? എൻ്റെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയും അവൻ്റെ മക്കളും
അവളുടെ മക്കളും അവൾക്ക് കിട്ടാവുന്ന ഒഴിഞ്ഞ പാത്രവുമായിട്ട് കഥകടച്ചു. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇവിടെ വരുന്നത് വരെ ഉള്ളു നിന്റെ ശൂന്യത. ഇന്ന് ഉച്ച തുടങ്ങി നിന്റെ വീട്ടിൽ ശൂന്യതയുടെ സീസൺ തീരുകയാണ്. നിന്റെ വീട്ടിലെ നിന്റെ ജീവിതത്തിലെ ശൂന്യതയുടെ സീസൺ തീരുകയാണ്. ഉടബര മനമന ഘടക ശധര മനമന ഘടക ശബദന മനമന ഘടക സന്ധര മനമന ഘടക. ഹല്ലേലൂയ. പാസേ ശുപാസേ ഹല്ലേലൂയ. ആ മോടെ തലയിലോട്ടൊന്ന് കൈവയ്ക്കൂ. ഹല്ലേലൂയ. അവളുടെ ബുദ്ധിമണ്ഡലങ്ങളെ ദൈവം സ്പർശിക്കാൻ പോകുകയാണ്. അവളുടെ ജീവിതത്തെ കർത്താവ് തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. ഉടബര മനമനകട ഒരു മാനസിക വിഭ്രാന്തി പോലെ അവളെ കുഴച്ചു കളഞ്ഞ എന്തോന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ അവളുടെ മേലിൽ അത്ഭുതമാക്കുകയാണ്. ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണേ. ഇതാ പ്രവാചകൻ അവളോട് പറയുന്നു, കിട്ടാവുന്ന പാത്രമെല്ലാം മേടിച്ചോ, നീ ആ വീട്ടിനകത്ത് കയറി നിന്ന് പ്രാർത്ഥിച്ചോ. നിന്റെ കയ്യിൽ അല്പം എന്തെങ്കിലുമേ ഉള്ളായിരിക്കാം, പക്ഷെ നീ പ്രാർത്ഥിക്കുകയാണ്, വിടുതൽ സംഭവിക്കാൻ പോകുന്നു. എത്ര പേര് ഒരുമിച്ച് അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും? ദൈവം പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ളവർ. അടുത്ത മണിക്കൂറുകൾ അവളുടെ റൂമിനകത്ത് നിറവ് സംഭവിച്ചുകൊണ്ടിരിക്കുക. അവളുടെ റൂമിനകത്ത് പുറത്തെ കടക്കാരനും കടം വാങ്ങിക്കാൻ വന്നവനും തിരിച്ചറിയാത്തത് നിന്റെ പ്രാർത്ഥനയിൽ സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അവളുടെ കടം തീരുന്ന രീതിയിൽ അവരുടെ വീട്ടിലൊരു അത്ഭുതം. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കുന്നു? വെറും വാക്കല്ല കേട്ടോ, ഇത് നിങ്ങളുള്ള ദൂതാണ്. ഈ ആഴ്ച നിന്റെ വീട്ടിൽ കടം തീരുന്ന രീതിയിൽ എൻ്റെ ദൈവം, പരിഹാസം തീരുന്ന രീതിയിൽ എൻ്റെ ദൈവം ഒരു ഭയങ്കര അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഇനി നമ്മുടെ അവസാനത്തെ ആ വാക്യത്തിനകത്തോട്ടൊന്ന് കയറി വരികയാണ്. ഒരുമിച്ച് പ്രവാചകൻ പറയുകയാണ്, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം, നിന്റെ വൈരികൾക്ക് നിന്റെ നാമത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അങ്ങൊന്ന് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ. എത്ര പേർ ആഗ്രഹിക്കുന്നവർ പ്രതീക്ഷിക്കാത്ത ഒരു വിടുതൽ. നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചല്ലേ പ്രിയരെ? ചെവി ചോദിച്ചാൽ ചിലവർ ചിരിച്ചോണ്ട് പറയും, ഒത്തിരി പ്രാർത്ഥിച്ചു വാസം ഒന്നും നടന്നില്ല. ആ ആഴ്ച അല്ല ഈ ആഴ്ച. നീ പ്രതീക്ഷിക്കാത്തത് നിന്റെ മുമ്പിൽ ചെയ്യാൻ പോകുന്ന ദൈവത്തെ നീ കാണാൻ പോകുന്നത്. ഒരുമിച്ച് ഇരിക്കുന്ന സ്ഥലങ്ങളിലൊന്നും എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ 6 ദിവസം എൻ്റെ കൂടെ സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ, ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുമെങ്കിൽ എൻ്റെ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. എൻ്റെ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ആദ്യത്തെ 2 വാക്കുകളും ഭക്തന്റെ ആഗ്രഹമാണ്. ഭക്തന്റെ ആഗ്രഹമാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിച്ചായിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തായിരുന്നെങ്കിൽ. എന്നാൽ 3-ാമത്തെ വാക്യം, നീ വിളിക്കുന്ന ദൈവം ഊമ വിഗ്രഹം അല്ലെന്നുള്ളത് അവൻ തെളിയിക്കാൻ പോകുകയാണ്. ഞാൻ എന്തിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയെന്നറിയാവോ? ഈ മിനിറ്റ് ഉള്ള ഉരുകി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉള്ള ഉരുകി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ മുമ്പോട്ട് വിളിക്കുന്നതല്ല. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഭാരത്തോടെ ഇറങ്ങിയ ചിലവരിനകത്തുണ്ട്. ഹല്ലേലൂയ. ആഞ്ചാലും മുട്ടിൽ നിന്ന് വന്ന അമ്മച്ചി ഈ രാവിലെ പ്രാർത്ഥിക്കണം കേട്ടോ. പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം കർത്താവ് ചെയ്യും. അറിയാം, അമ്മച്ചിയോട് പേഴ്സണലി ചോദിച്ചാൽ അമ്മച്ചി പറയും, ഈ രാവിലെ ഭാരത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. എത്ര പേരുടെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? അവരെ മുഴുവൻ ആ കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, സൂമിൽ ശ്രദ്ധിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച്. ജോൺ സബറെ, എല്ലാ ദിവസത്തെയും ആരാധന പോലെയല്ല ഇത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു ദൈവപ്രവൃത്തിയുടെ ആഴ്ചയാണിത്. ജീസസ്, ഈ ആഴ്ച ദൈവപ്രവൃത്തിയുടെ ആഴ്ചയാണ്. നീ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിപ്പമുള്ളതിൻ്റെ കർത്താവ് തുറക്കാൻ പോകുന്നു. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തോട് അടുക്കുകയാണ്. എല്ലാ വഴിയും അടഞ്ഞെന്ന് തോന്നുന്ന ആർക്കോ വേണ്ടി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തായി എൻ്റെ ദൈവം ഇറങ്ങി വരാൻ പോകുകയാണ്. ഇനി ആ വാക്യം ദൈവാസനം ഒന്നുകൂടെ ഒന്ന് വായിക്കണേ. അറിയാം, അത് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ. അതിന് മുമ്പിലത്തെ വാക്യം, 2 വാക്യം ഒന്ന് വായിച്ചിട്ട്, അയ്യോ ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം കര ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം
നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചെന്ന് പറയാം, എൻ്റെ ദൈവം ഇറങ്ങി വരും, എൻ്റെ ദൈവം ഇറങ്ങി വരും. എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ കൂടെ? ഞാൻ ഇതിനകത്ത് നിൽക്കുന്ന എല്ലാവരെയും തലയിലോട്ട് കൈവച്ചാണ് പറയുന്നത്. എൻ്റെ ദൈവം ഇറങ്ങി വരാൻ പോവുകയാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ചിലരെ നോക്കി ഞാൻ ഭയങ്കര വ്യക്തതയോടെ വിളിച്ചു പറയുകയാണ്, ദൈവത്തിന് ഈ ദൈവവചനത്തിൻ്റെ ശക്തിയിൽ പ്രവർത്തിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഉറപ്പാണ്, ഈ 26-ാം തീയതിക്ക് മുമ്പേ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യും. നിനക്ക് ഈ മൈക്ക് പിടിച്ച് സാക്ഷ്യം പറയാൻ തക്കവണ്ണം, നിനക്ക് ഈ മൈക്ക് പിടിച്ച് സാക്ഷ്യം പറയാൻ തക്കവണ്ണം ആ വിടുതല ദൈവം, ആ വഴിയ ദൈവം നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ വചനം മാറത്തില്ലെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ദൈവമേ, നീ ഒന്ന് ഇറങ്ങി വന്നായിരുന്നു കൊള്ളായിരുന്നോ? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കര ഉയർത്തിപ്പിടിച്ച് എൻ്റെ കൂടെ കുടുംബമായി, തലമുറയായി, വ്യക്തിപരമായി ഭാരപ്പെടുന്നവർ മുഴുവൻ ആ കര ഉയർത്തി വചനത്തിനകത്തൊന്ന് മുറുകെ പിടിക്കുക. ഇറങ്ങി വന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അടുത്ത 3-ാമത്തെ വാക്യം ആഴമാണ്. 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കണമേ. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോവുകയും ചെയ്തുവല്ലോ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അനുവദിച്ചാൽ ഈ 26-ാം തീയതി മുതൽ ഹല്ലേലൂയ ഡിസംബർ 6-ാം തീയതി വരെയും ഒരു നേരം കഴിച്ചുകൊണ്ടൊരു 40 ദിവസം ഉപവാസം ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അറിയാം, കൂടെ ആരെങ്കിലും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റും. ഡിസംബർ 6, 7 തീയതികൾ നമ്മുടെ കൊല്ലം ചർച്ചിൻ്റെ ആനുവൽ മീറ്റിംഗായി നടത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ നിങ്ങളും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഇറങ്ങി വരുന്ന ദൈവത്തെ അനുഭവിക്കാൻ തക്കവണ്ണം. ഹല്ലേലൂയ. കരമുയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കണം. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. സൂമിൽ ശ്രദ്ധിക്കുന്നവർ മുഴുവൻ ഇതാ നീ ഒന്ന് ഇറങ്ങി വന്നാൽ കൊള്ളാമായിരുന്നു. 2-ാമത്തെ വാക്യം ഒരുമിച്ച് എൻ്റെ കൂടെ. 2-ാമത്തെ വാക്യം, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. 3-ാമത്തെ വാക്യം, ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ. എൻ്റെ ചിന്തയുടെ ഏറ്റവും ആഴം, ഞാൻ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യം, ഞാൻ പ്രതീക്ഷിച്ച ഭയങ്കര കാര്യം എൻ്റെ ബുദ്ധിക്ക് അതീതമായ എൻ്റെ ദൈവം ചെയ്യുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ വചനത്തിന് മാറാൻ പറ്റത്തില്ല, ഈ വചനത്തിന് മാറാൻ പറ്റത്തില്ല. തലയിലോട്ട് കൈവച്ചിട്ട് സ്വീകരിക്കണം. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, അത് ഉറപ്പിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സാക്ഷ്യവുമായി പാസ് ഈ ദിവസങ്ങളിൽ ഞാൻ കയറി വരും. കാരണം എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകിപ്പോവുകയും ചെയ്തുവല്ലോ. അടുത്ത വാക്യം, 4-ാമത്തെ വാക്യം ഒരുമിച്ച്. നീ അല്ലാതെ ഒരു ദൈവം തന്നെ, നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതലേ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് സ്വീകരിച്ചേ. എൻ്റെ ദൈവം അത് ചെയ്യാൻ പോകുന്നു. നീ അല്ലാതെ ഒരു ദൈവം. എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? ഒത്തിരി ദൈവങ്ങളുണ്ടാകാം, പക്ഷെ ഈ ദൈവത്തിൻ്റെ പ്രത്യേകത കാത്തിരിക്കുന്നവന് വേണ്ടി ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല കേട്ടോ, ആരും ഗ്രഹിച്ചിട്ടില്ല, ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞാട്ടെ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്, ഞാനത് അറിയാൻ പോവുകയാണ്. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 5 മിനിറ്റ് ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നാട്ടെ. അതിനുശേഷം ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുമിച്ച് ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് കരമുയർത്താൻ പറ്റുന്ന ഒരു കര ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ. കർത്താവേ, നീ പ്രവർത്തിക്കുന്നു, നീ ചലിക്കുകയാണ്, നിന്റെ കരം എനിക്ക് അനുകൂലമാകുകയാണ്. എല്ലാ കരകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ കര ഉയർത്തിപ്പിടിച്ച്
അപ്പാ ഹല്ലേലൂയ. നോക്കിയവർ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മുഴുവൻ ആ കണ്ണുകൾ അടച്ച് ഈ മിനിറ്റിൽ അവൻ നിനക്ക് വേണ്ടി കരുതുമെന്നുള്ള ഉറപ്പ് നിന്റെ മേളിൽ വ്യാപരിക്കട്ടെ, നിന്റെ മേളിൽ വെളിപ്പെടട്ടെ. എല്ലാ കരം ഉയർത്തി. നോക്കിയവർ പ്രകാശിതരാ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരാ യേശുവിൻ സന്നിധിയിൽ. എല്ലാ കര ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ എൻ്റെ കർത്താവ് നിന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തായി കരുതാൻ പോവുകയാണ്. ഈ ദൈവം ഹല്ലേലൂയ. ദൈവമല്ലോ ഈ ദൈവം എന്നുമെന്നും എൻ്റെ ദൈവമല്ലോ. എല്ലാ ഭാരപ്പെടുന്നവരും എല്ലാ വിഷമിക്കുന്നവരും ഇപ്പോൾ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദൂത് ഭാരപ്പെടുന്നവർക്കുള്ളതാണ്. ഇന്നത്തെ ഈ ദൂത് വിഷമിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇന്നത്തെ ഈ ദൂത് എന്നെ തെളിയിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്കുള്ളതാണ്. അവർ മുഴുവൻ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നോട് ദൈവം പറഞ്ഞു, ഈ 26-ാം തീയതിക്ക് മുമ്പേ ചിലത് നീ കാണും. ഈ 26-ാം തീയതിക്ക് മുമ്പേ നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ചിലത് ഞാൻ ചെയ്യും. ഒന്ന് കർത്താവിനെ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവ് ഈ സൂമിനകത്ത് നിൽക്കുന്നവരോട് പ്രവചന ശബ്ദം ഞാൻ വിളിച്ചു പറയുന്നു. യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഈ 6 ദിവസങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇതുവരെയും വെളിപ്പെടാത്തത് ചിലത് കർത്താവ് ചെയ്യും. എൻ്റെ ദൈവം അത് ചെയ്യും. എൻ്റെ ദൈവം അത് ചെയ്യും. ഒരു മിനിറ്റ് ഒന്ന് കരമടിച്ച ദൈവത്തെ ആരാധിച്ച്, കരമടിച്ച ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് കരമടിച്ച് കരമടിച്ച് പ്രകാശിതരായ യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായ യേശുവിൻ സന്നിധിയിൽ. ദൈവം ചെയ്യാം. എന്റെ ചെവിയിൽ കേട്ട ശബ്ദം ഞാൻ വിളിച്ചു പറയുന്നു. 6 ദിവസത്തിനുള്ളിൽ നിനക്ക് വേണ്ടി ഇതുവരെ വെളിപ്പെടാത്തത് ദൈവം ചെയ്യും. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഓ ജീവകാലം മുഴുവനും നമ്മെ ശക്തിയോടെ കരമടിച്ച ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നവര്, പ്രതീക്ഷിക്കാത്തത് ചിലത് വിശ്വസിക്കുക. ദൈവം അത് ചെയ്യുന്നു. കരം ചലിക്കണമേ. ഈ ജനത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി, ഈ സഭയ്ക്ക് വേണ്ടി അങ്ങ് പ്രതീക്ഷിക്കാത്ത വലിയ കാര്യങ്ങൾ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ആഴ്ച വാതിലുകൾ തുറക്കുകയാണ്. ഈ അത്ഭുതത്തിന്റെ കരം
ഉടമന മനമന മനമന ഘടക ശന്ധര മനമന മനമന ഘടക സുന്ദര മനമന ശബദന മനമന മനമന ഘടക ശന്ധര മനമന ഘടക. പ്രതീക്ഷിക്കാത്ത ഭയങ്കര കാര്യങ്ങൾ ഈ സൂമിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്നു. യൂട്യൂബിൽ ശ്രദ്ധിക്കുന്ന, ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു. എന്റെ കർത്താവ് അത് ചെയ്യുകയാണ്. ഇവരുടെ വിടുതലുകൾ സംഭവിക്കുന്നു. ഇവർക്ക് വേണ്ടി വഴികൾ ദൈവം തുറക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ശോഭ കാനഡയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോബിവറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്യാമള ഏക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോൺസൺ ദുബായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹരിയ ബിന്ദു ബോമയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ്വിൻ കാനഡയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ വീട്ടിനകത്ത് ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. തീർന്നിട്ടില്ല എന്നവർ ലോകത്തോട് പറയട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, എന്നെ കാണുന്നു മുഴുവൻ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഇവരുടെ മേളിൽ ഇപ്പോൾ തുറക്കുകയാണ്. ചെല്ലമ്മ ഓറീസയ്ക്ക് വേണ്ടി ഈ ആഴ്ചയിൽ അടയ്ക്കാത്തൊരു വാതിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നല്ലോ. ജയ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അജിത സിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ മക്കൾ സത്യൻ കാസർഗോഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശ കുര്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ ജീവിതത്തിനകത്തൊന്ന് വെളിപ്പെടട്ടെ. മോണിസസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറയുടെ വിടുതൽ വരട്ടെ. പരിശുദ്ധാത്മാവേ, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഓൺലൈനിൽ ശ്രദ്ധിച്ചവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് ദൈവം ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുക. ആമേൻ. ഈ ഹോളിൽ നിൽക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ മണിക്കൂറുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടും. ഒത്തിരി കാര്യങ്ങൾ പ്രസംഗിക്കാനുണ്ട്. പക്ഷേ ഈ പ്രസംഗത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കുക. നഷ്ടപ്പെട്ട കോടാലി ഒരു കമ്പ് വെട്ടിയിടുമ്പോൾ വചനത്തിനകത്ത് വിശ്വസിച്ചാൽ അത് പൊങ്ങി വരും. ഈ ആഴ്ച ചിലത് നിനക്ക് വേണ്ടി വെളിപ്പെടും. എൻ്റെ ദൈവം അത്ഭുത മന്ത്രി. അത് കർത്താവ് ചെയ്തതിനായി നന്ദി. ആമേൻ.